അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളിൽ നമുക്കൊരു ആമുഖമായിട്ട് പറയാനുള്ളത്, പല കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒഫൻഡഡ് ആകാനുള്ള സാധ്യതയുണ്ട്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ചെവിയിൽ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് കേൾക്കുക. ഇനി നിങ്ങൾക്ക് അതൊക്കെ വലിയ സ്നോ ഫ്ലേക്സ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓഫാക്കിയിട്ട് വല്ല കുക്കറി ഷോയോ അല്ലെങ്കിൽ വല്ല ബിഗ് ബോസ് കഴിഞ്ഞു തോന്നല്ലേ, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കാം. നല്ലായിരിക്കും. പിന്നെ ഇതില് ആരിഫ് പറഞ്ഞില്ലേ, ഇപ്പൊ എത്രണ്ണം 9 അവിടെ പിടിച്ചു. പക്ഷെ എന്നാലും ആരിഫ് 8 9ാമത്തെ പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ആരിഫ് അത് സുരക്ഷാ വീഴ്ചയാണല്ലോ, അല്ലെ? അതെ, അതാ ഞാൻ പറഞ്ഞത്. അതാണല്ലോ ഇപ്പൊ എല്ലായിടത്തും കേൾക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം 9 9 പിടിച്ചിരിക്കണം. അത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ അത് വീഴ്ച തന്നെയാണ്. അതിൽ നോ ലാ ഷക്ക ഫീഹി. അതിൽ പിന്നെ നമുക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. ലം യലിദ് വലം യൂലദ് വലം യക്കുല്ല കുഫൻ, അതായത് സുരക്ഷാ വീഴ്ച തന്നെയാണ്. അതിൽ വേറെ അപ്പീലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ വല്ല ട്രെയിനിലോ പാർക്കിലോ വല്ല മാളിലോ, ഇതല്ലെങ്കിൽ ഇനിയിപ്പോൾ ട്രാഫിക് ജാമിൽ പോലും നിൽക്കാൻ പേടിയായി തുടങ്ങി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതാണ്, എത്രയും പെട്ടെന്ന് ഇനിയിപ്പോൾ ട്രാഫിക് ജാമിൽ നിന്ന് അല്ലെങ്കിൽ സിഗ്നലിലൊന്നും കിടക്കാനേ നമുക്ക് പറ്റും. എനിക്കൊക്കെ ഇപ്പോൾ ഇന്ന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ട്രാഫിക് ജാമിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ആ രീതിയിലേക്ക് നമ്മൾ മാറേണ്ട ഒരു നമ്മുടെ ചിന്ത അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കഥ. വേറൊരു തമാശയും കൂടി പറയാം. ട്രാഫിക് ജാമിലാണല്ലോ ഇത് പൊട്ടിയത്. അപ്പം ഇന്ന് മീഡിയ ഫണ്ടിലെ ഒരു ഹെഡിങ് ഉണ്ടായിരുന്നു, ആസൂത്രിതമായ ഭീകരാക്രമണം അല്ല, അത് തെളിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ അതെന്താണ്, മീഡിയ ഫണ്ട് മാത്രമേ ഇത് എവിടെ നിന്ന് കിട്ടി? അപ്പൊ എന്താ സംഭവം? ആസൂത്രിതമായി അറിയാതെ പൊട്ടിയത്. വെളുപ്പിക്കലിന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട്. ഇത്ര അറിയാതെ പൊട്ടിയതിനാണ് ഇവർ സൂയിസൈഡ് ബോംബിംഗ് എന്ന് വിളിക്കുന്നത്. വീട്ടില് കറി വെക്കാൻ വേണ്ടി RDX ആയിട്ട് പോവായിരുന്നു ഒരു പാവം ബാലൻ, പൊട്ടിപ്പോയി. പൊട്ടിയത് മാത്രമല്ല, ഇപ്പൊ വേറെ ചാനലിൽ വരുന്നത് എന്താണ്, അതായത് ഈ തീവ്രവാദിയുടെ വീട്ടിൽ അവരെ കുറിച്ച് എൻ്റെ മകൻ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല, അവൻ തേനും പാലും ഒഴുകുന്ന ആളായിരുന്നു, അവൻ എന്ത് നല്ല, അവൻ നാട്ടുകാർക്കൊക്കെ മറ്റേ പച്ചക്കറി വാങ്ങിച്ചു കൊടുത്തിരുന്ന ആളായിരുന്നു, ഒരു കവിളത്തടിച്ചാൽ മറ്റേ കവിള് കാണിച്ചു കൊടുത്തിരുന്ന അത്രയും തങ്കപ്പെട്ട ബാർബറായിരുന്നു. ഇമാതിരി സാധനമൊക്കെയാണ് അവിടെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഒരാൾ പോലും ഈ വിക്ടിമിന്റെ ഡീറ്റെയിൽസോ അതിൽ കൊല്ലപ്പെട്ട ആളുകൾ ആരാണെന്നോ അവരുടെ വീടുകളിലെ എന്തായിരിക്കും അവസ്ഥ, ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. കൊല്ലപ്പെട്ട മുസ്ലിങ്ങളുണ്ടെന്നേ, അതാണ്. ബോംബിനെന്ത് കാക്കാൻ, അതാണ് ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളത്. ഒരു ബോംബ് വെച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ കാക്കാമാർ വരെ മൂടും പൊക്കി ഓടുന്നു ഞാൻ പറയണത്. അതുകൊണ്ടല്ലേ അവിടെ ആ വിളി കേട്ട് കഴിഞ്ഞാൽ വിശ്വനാഥൻ ഡോക്ടർ വരെ ഓടും. അതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ കൊലകൊമ്പൻ, ഇവിടുത്തെ യുക്തിവാദികൾ ആര് തന്നെയാണെങ്കിലും, യുക്തിവാണങ്ങൾ അങ്ങനത്തെ വാക്കുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ആര് തന്നെയാണെങ്കിലും നിങ്ങൾ ഓടും. അതാണ് ഇവിടെ ഉണ്ടാവുക. കാരണം ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് നിങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കാതെ ഈ സ്നോ ഫ്ലേക്സ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ ഇനിയും മാറ്റുക. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾ ചാനൽ മാറ്റുക. അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾ കിടക്കുക. മത്തി പൊരിക്കുന്നതോ അതല്ലെങ്കിൽ മറ്റേ WWE ഫൈറ്റിങ്ങോ അതല്ലെങ്കിൽ മറ്റേ കാർ റേസിങ്ങോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കാണുക. അതാണ് നിങ്ങൾക്ക് പറ്റിയ സാധനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും നമ്മളുടെ ലൈവിൽ ഇന്ന് നമുക്ക് പറയാനുള്ളത് പേപ്പട്ടി മതത്തെക്കുറിച്ചാണ്. അത് നമ്മൾ അറിഞ്ഞം പുറഞ്ചം നമ്മൾ പറഞ്ഞിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ വിഷയം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ഇസ്ലാമാബാദിൽ ചാവേർ സ്ഫോടനം 12 പേര് കൊല്ലപ്പെട്ടു. ഇതാണ് നമ്മളുടെ വിഷയം. ഇന്ത്യയിലെ അല്ല കേട്ടോ. ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇസ്ലാമാബാദിലും ഇങ്ങനെ ഒരു വലിയ സ്ഫോടനം ഉണ്ടായി. അങ്ങനെ സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ഇസ്ലാമാബാദിൽ മൊത്തം ആളുകൾ പറയുന്നത്, അവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ പറയുന്നത്, ഇസ്ലാമാബാദിൽ ഒരു ബീഹാറുണ്ട്, ആ ബീഹാറിൽ ഇലക്ഷൻ വന്നു, അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഇലക്ഷൻ പ്രമാണിച്ചിട്ട് ആണ് ഇത് അവിടുത്തെ സംഖ്യകൾ പൊട്ടിച്ചതാണെന്നാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ അല്ലേ ഈ സംഖ്യകൾ എന്താ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഈ ഇലക്ഷൻ, ഇസ്ലാമാബാദിൽ ഇലക്ഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സമയമുണ്ടോ? ഏതെങ്കിലുമൊക്കെ പഞ്ചായത്തിലായിട്ട് എപ്പോഴെങ്കിലൊക്കെ ഇലക്ഷൻ ഉണ്ടാവില്ലേ? അങ്ങനെ ഇലക്ഷൻ ഇല്ലാത്തൊരു സമയം എന്ന് പറയാനുണ്ടോ പാകിസ്ഥാനിൽ? സംഖ്യകൾക്ക് അങ്ങ് ഇസ്ലാമാബാദിലും പിടിയാണല്ലേ? അതെ, അവർക്ക് പിടിയില്ലാത്ത ഒരു ഭാഗം പോലും ഇല്ല എന്നുള്ളതാണ്. എല്ലായിടത്തും പിടിയാണ്. ഭയങ്കരം തന്നെ. ഞാനും സംഖ്യ ആയാലോ എന്ന് ആലോചിക്കാം, അത്രയും പിടിപാടുള്ള ആൾക്കാരാണെങ്കിൽ. അപ്പൊ ഇതുവരെ ആയിട്ടില്ലേ? ഇതുവരെ ആയില്ലേ. ഞാൻ സയനിസ്റ്റ് ആവാൻ പോയതല്ലായിരുന്നു. എല്ലാം കൂടി എങ്ങനെ ഒരാൾക്കാവാൻ പറ്റുക? അതാവല്ലോ. ഇങ്ങോട്ട് നോക്കൂ, നമ്മൾ ഞാൻ അത്രയ്ക്ക് വളർന്നിട്ടില്ലല്ലോ. അതെ.
അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി സംഖ്യയാണ്, സയനിസ്റ്റ് ആണ്, പിന്നെ എന്തൊക്കെയോ ആണ്, എനിക്ക് തന്നെ ഓർമ്മയില്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ പിന്നെ എപ്പോഴെടുത്ത് വായിക്കാം. അപ്പോൾ ഏതായാലും അങ്ങനെ ഈ ബീഹാർ ഇലക്ഷൻ പ്രമാണിച്ചിട്ടാണ് ഇസ്ലാമാബാദിൽ അത് പൊട്ടിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, അതായത് ഈ കാക്കമാർക്ക് എന്തൊരു സ്നേഹമാണ് ഈ ബി ജെ പിനോട്. ബി ജെ പിയുടെ ഇലക്ഷനിൽ അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്വയം പൊട്ടി ഇങ്ങനെ നമ്മളുടെ പൊട്ടിച്ചതറാണ് പോട്ടെ, നമ്മളൊരു വെറുതെ ഒരു കയ്യും എന്തെങ്കിലും എടുത്ത് ഒരു ബ്ലേഡ് എടുത്ത് വരയ്ക്കുമോ നമ്മൾ? ആ വേദനയെങ്കിലും നമുക്ക് പോട്ടെ, ഒരു സ്റ്റാപ്ലർ എടുത്ത് നമുക്ക് അടിക്കാൻ തോന്നും ഇല്ല, പോട്ടെ ഒരു തല്ല് തല്ലാൻ തോന്നും ഇല്ല, പക്ഷേ പൊട്ടിത്തെറിക്കും ബി ജെ പിക്ക് വേണ്ടിയിട്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ മുസ്ലിങ്ങളെ കുറിച്ചാണ് ആഭ്യന്തര ശത്രുക്കൾ എന്ന് നമ്മളുടെ ഈ ഗോൾ വർക്കർ പറഞ്ഞതെന്ന് പറയുമ്പോൾ, ഗോൾ വർക്കറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇരുട്ടത്ത് ചോറ് കടത്ത് വെളിച്ചത്ത് കിടത്തണ്ടേ മൂപ്പരെ? തീർച്ചയായിട്ടും കിടത്തണം. എന്തൊരു ദുരന്തമാണ് ഈ ഗോൾ വർക്കർ. സത്യം, ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി ഇതേപോലെ സ്വന്തം ജീവൻ ആത്മാഹുതി നടത്തുന്ന, അത് പൊട്ടിത്തെറിച്ച് ശവടക്കിന് പോലും കിട്ടൂല. അതാണ് രസം. ഇത് എവിടെ കരളെവിടെ, തലച്ചോറെവിടെ? അത് മാത്രല്ല രാവിലെ ഫുള്ളും ഡോക്ടർ പണി എടുത്ത് ക്ഷീണിച്ച് വന്നിട്ട് പിന്നെ നേരം എന്നിട്ട് ബോംബുണ്ടാക്കാൻ പോയി, എന്നിട്ട് പൊട്ടിത്തെറിക്കുക ബി ജെ പിക്ക് വേണ്ടിട്ട്. എന്തായാലും ആത്മാർത്ഥത. ഈ ആത്മാർത്ഥത ബി ജെ പിക്കാർക്ക് പോലും ഇല്ലെന്നാണ് ഞാൻ പറയാം. ഇത്രയും ആത്മാർത്ഥത, പാർട്ടി പ്രവർത്തനം, വോട്ട് പിടിക്കാൻ വേണ്ടി പോവുക, ബൂത്ത് കയ്യേറുക, എന്തെല്ലാം പണികൾ ഇവർ ചെയ്യുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്തുകൊണ്ട് ബി ജെ പിയുടെ ജയം ഉറപ്പാക്കുക എന്ന് പറയുന്നത്, മറ്റതൊന്നും ഉറപ്പാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം, വോട്ട് പിടിക്കാനും അല്ലെങ്കിൽ വോട്ട് ചോരി നടത്തുക, ഇതൊക്കെ നിങ്ങൾക്ക് പറ്റും. പക്ഷേ ജയം ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ആത്മാഹുതി വേണം. അത് ചെയ്യാൻ കാക്കാമാരെ കഴിഞ്ഞേ ഉള്ളൂ. അത് നമ്മൾ കണ്ടുപിടിക്കണം. ബി ജെ പിക്കാർ, നമ്മൾ സംഘികൾ മിത്രോംസ് ശ്രദ്ധിക്കൂ, നമ്മൾ സംഘികൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? കൊതിയാവുന്നു, കൊതി. ശരി, അപ്പോൾ ഏതായാലും ഇസ്ലാമാബാദിലെ ആ ബീഹാറിലും അവിടെ ബി ജെ പി ജയിക്കും എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഈ ഒരു വിഷയത്തിൽ നമ്മൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കണ്ടു. ആ പ്രതികരണങ്ങളിലൂടെയാണ് നമുക്കിന്ന് പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് ആദ്യം ഒരു പ്രതികരണം, വളരെ പോസിറ്റീവായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നും ചില ശബ്ദങ്ങൾ ഉയർന്നു വരുന്നു എന്ന് നമ്മൾ, അല്ലെങ്കിൽ ഉയർന്നു വരണം എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ഈ ആയത്തും ഹദീസും പറയാത്ത കുറച്ച് ബോധമുള്ള, സ്റ്റേറ്റ്സ്മാൻഷിപ്പ് കാണിക്കുന്ന, കുറച്ച് മൂളയുള്ള, കുറച്ച് ബോധമുള്ള, ഒരു അംബേദ്കറിൻ്റെ ലെവലിലൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ വരണമെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതൊരു സ്വപ്നമാണ് എന്നാണ് പല ആളുകളും പറയുന്നത്. ഞാൻ പറയാറുണ്ട് സ്വപ്നമല്ല. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പല ആളുകളുടെയും ഒരു കാലത്തെ സ്വപ്നമായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ ഇഷ്ടം പോലെ പുറത്തുണ്ട്. എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ചിന്തിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിനുള്ള ഒരു എന്താ പറയുക, അങ്ങനെ ചിന്തിക്കുന്നവരെ ഭ്രാന്തന്മാരായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അതിനെ നമ്മൾ മാറ്റി ആ ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമാക്കി മാറ്റിയാൽ കൂടുതൽ ആളുകൾ പൊന്തി വരും, ഉയർന്നു വരും. ഇതാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൊരു വ്യക്തി, ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, എന്തായാലും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കിട്ടിയതാണ്. വളരെ മികച്ച ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഇദ്ദേഹം വെക്കുന്നുണ്ട്. ഇത് മുസ്ലിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മളുടെ യുക്തിവാദങ്ങളും കേൾക്കുക. നിങ്ങൾ ഈ പറയുന്ന ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനകത്ത് പല ആളുകളും, പല യുക്തിവാദികളും പറയുന്ന പോസ്റ്റുകളും എല്ലാം നമ്മൾ കണ്ടു. മോദിയുടെ ചില പഴയ ചില പ്രസംഗങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പറയുന്ന ചില സാധനങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഞാൻ പറയുന്നു മോദി 100% ഇതിനകത്ത് വിജയിച്ചു എന്നോ അല്ലെങ്കിൽ അമിത്ഷാ ഏറ്റവും മികച്ച ഹോം മിനിസ്റ്ററാണെന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. പക്ഷേ മുന്നിലുള്ള റിയാലിറ്റി, ആ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണെങ്കിലും അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ വഴി. അത് ഏത് കാലത്തും, അതിപ്പോൾ UPA ഗവൺമെൻറ് ആയാലും ശരി, ഈ പറയുന്ന പിണറായിയുടെ ആയാലും ശരി, മോദിയുടെ ആയാലും നമ്മളതാ പറയുന്നത്. അതിൽ ശരിയുണ്ടെങ്കിൽ ശരി എന്ന് പറയണം, തെറ്റുണ്ടെങ്കിൽ തെറ്റെന്ന് പറയണം. ഇവിടെ എവിടെയാണ് പ്രശ്നം നമ്മൾ നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മളിവിടെ പറയണം. അപ്പോൾ ഇത് ആദ്യം കേട്ടിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. സോ ഇത് കേൾക്കാം. BJP മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയും ഭീകര പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും നടക്കുന്നത്. അത് സർക്കാർ പരാജയമല്ലേ? അഥവാ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ചെങ്കോട്ടന്റെ അടുത്താണ് കഴിഞ്ഞ ദിവസം വലിയൊരു സ്ഫോടനം നടന്നത്. അതിന്റെ വീഡിയോസുകൾ ഇവിടെ പുറത്തുകൂടെ വന്നപ്പം പല വീഡിയോസിലും ഇതുപോലെയുള്ള കമന്റുകളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ സാധിച്ചു. അഥവാ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള മുസ്ലിംസുകൾ എഴുതി വിടുന്ന ഓരോരോ കമന്റുകളാണ്. അഥവാ BJP RSS ഭരണത്തിൽ വന്നതിന് ശേഷമാണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. ഞാൻ ഇവിടെ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം മാത്രമാണ്. ഹിന്ദുക്കളാണോ, ക്രിസ്ത്യാനികളാണോ, BJP-കാരാണോ, RSS-കാരാണോ ഈ ഒരു സ്ഫോടനം ഇവിടെ നടത്തിയത്? സ്ഫോടനം ഇവിടെ നടത്തിയത് ആരാണ് ഇവിടെ നടത്തിയത്? ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള തലയിൽ തൊപ്പിട്ടിട്ട് ഇവിടെ നടക്കുന്ന ജിഹാദികളെ, അഥവാ മുസ്ലിംസുകളായിട്ടുള്ള ജിഹാദികളെ, ഈ കാണുന്ന ആൾക്കാരെ, ഈ തീവ്രവാദികളല്ല ഇത്രയും വലിയ സ്ഫോടനം ഇവിടെ നടത്തിയത്. ഇതിൽ എന്ത് പങ്കുണ്ട് മറ്റു മതക്കാർക്ക് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയക്കാർക്ക്? ഇതിൽ എന്ത് പങ്കുണ്ട്? ഇന്ത്യ ഇല്ലാതാക്കുന്നത് ഇന്ത്യക്കകത്തുള്ള ആൾക്കാർ തന്നെയാണ്, ഇവനെ പോലെയുള്ള മുസ്ലിംസുകളായിട്ടുള്ള ആൾക്കാര്.
ഇവിടെ എന്താ മുസ്ലിംസുകൾക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ? മറ്റു മതക്കാർക്കാർക്കും ഇവിടെ ജീവിക്കണ്ടേ? ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇത്രയും ആൾക്കാരാണ് കൊന്നു കളഞ്ഞാൽ നാളെ സ്വർഗത്തിലേക്ക് നേരെ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് കയറി പോകാൻ വേണ്ടി പറ്റും എന്ന് കരുതിയിട്ടാണോ മറ്റു മതക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കുന്നത്? അവിടെ കൊല്ലപ്പെട്ട ആൾക്കാരിലെ ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, മുസ്ലിംസുകളെ, മറ്റു മതക്കാരെ, മതമുള്ളവര്, മതമില്ലാത്തവർ, ഇങ്ങനെ പല ജാതി മനുഷ്യരും അവിടെ നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിലെ പല ജാതി മനുഷ്യരുണ്ട്. അപ്പൊ ഇവരുടെ ലക്ഷ്യമൊക്കെ എന്താണ്? ഇന്ത്യ ഭരിക്കുന്നത് BJP ആയത് കാരണം കൊണ്ട് BJPയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ സ്ഫോടനങ്ങൾ ഇവിടെ നടത്തുന്നത്? ഇത്രയും വലിയ തീവ്രവാദം ഇവിടെ നടത്തിയിട്ട് വരെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന പല മുസ്ലിംസുകളെയും ഇവിടെ കാണാൻ വേണ്ടി ഇവിടെ സാധിച്ചേ. ഞാനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ സംസാരിക്കുന്ന മുസ്ലിംസുകളായിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ചൂണ്ടിട്ട് ഇവിടെ പറയുന്നത് നിങ്ങളും മത തീവ്രവാദികളാണ്. ഓക്കെ, അവരുടെ കൂട്ടത്തിൽ നിങ്ങളും പെടും. ഇവിടെ മനുഷ്യരെല്ലാവരും ഇവിടെ ഒന്നാണ്. രാഷ്ട്രീയം ഏതാവട്ടെ, ജാതി ഏതാവട്ടെ, മതം ഏതാവട്ടെ, മനുഷ്യർ ഒന്നാണ്. ഇന്ത്യയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാർ ആര് തന്നെ ആയാലും ശരി, അവരെ കൊന്നുകളയണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ആൾക്കാർ വീണ്ടും വളർന്നുകൊണ്ടേ ഇരിക്കും ചെയ്യും. ഇവനെ പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? ഇന്ത്യയെ തകർത്ത് തരിപ്പണാക്കിയിട്ട് അങ്ങോട്ട് കയ്യിലങ്ങടാക്കി തരും. മറ്റു മതസ്ഥർക്ക് ജീവിക്കാൻ സമാധാനം ഇല്ലാത്ത കൊലത്തിൽ ഇവനെ പോലെയുള്ള മതം തലക്ക് പിടിച്ച മതഭ്രാന്തന്മാരെ, അഥവാ തലയിൽ തൊപ്പിട്ടിട്ട് നടക്കുന്ന മതഭ്രാന്തന്മാരെ ജീവിക്കാൻ വേണ്ടി ഇവിടെ സമ്മതിക്കൂല. ഇവിടെ എല്ലാവർക്കും ഇവിടെ ജീവിക്കണ്ടേ? ഇവരെ പോലെയുള്ള നെറുക്കട്ടന്മാർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയാ? ഇവർക്ക് എത്ര പ്ലാൻ ചെയ്തിട്ടാണ് ഇത്രയും വലിയ സ്ഫോടനം ഇവിടെ നടത്തിയിട്ടുള്ളത്? ഒരു കാറിലെ ഫുള്ളും സ്ഫോടന വസ്തുക്കളോട് കൊണ്ടുവന്ന് അവിടെ നിർത്തുന്നേ. അവരെന്ത് ചെയ്യുന്നത്? ഒന്നും തന്നെ അറിയാതെ അവരുടെ ഇറങ്ങി പോകുന്നേ. കുറച്ച് നേരം ഇവിടെ കഴിയുമ്പോൾ എന്ത് ചെയ്യണേ? ആ കാറോടെ പൊട്ടിത്തെറിക്കുന്നേ, തൊട്ടടുത്തുള്ള വണ്ടികളിലേക്ക് തീ പിടിക്കുന്നേ. ഒന്നും തന്നെ അറിയാത്ത പാവപ്പെട്ട ഒരുപാട് മനുഷ്യർ അവിടെ കൊല്ലപ്പെടുന്നേ. മറ്റു രാജ്യത്തുള്ള തീവ്രവാദികളെ കൊന്നുകളയുന്നതിനേക്കാൾ മുന്നേ ഇന്ത്യന്റെ അകത്തുള്ള തീവ്രവാദികളാണ് ആദ്യം ഇവിടെ കൊന്നുവിടെ കളയേണ്ടത്. അതും ഇത്രയും വലിയൊരു ഭീകര ആക്രമണം ഇവിടെ നടത്തിയത് ആരാണെന്ന് അറിയോ? ഓരോ മനുഷ്യരും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കുന്ന ഡോക്ടേഴ്സ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഡോക്ടർമാരാണ്. പലവരുടെ കമന്റ് ഇവിടെ കണ്ടു. എന്താണ് കമന്റ് എന്നറിയോ? ഇങ്ങനെ കാണുകയെന്നുണ്ടെങ്കിൽ മുസ്ലിം ഡോക്ടർമാരുടെ അടുത്തേക്ക് മറ്റു മതക്കാരി എങ്ങനെ ഇവിടെ പോകും എന്നുള്ളത്. അവിടെ വരെ എത്തി കാര്യങ്ങൾ. ഇത് പറഞ്ഞത് ഭാഗ്യത്തിന് ഒരു മുസ്ലിമാണ്. ഇത് നമ്മൾ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിം വിരുദ്ധം ഉണ്ടാക്കുന്നതെന്ന് പറയും. ഈ ഒരു ആപ്രിഹെൻഷൻ ബാക്കിയുള്ള ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്നതിന് വഴിവെക്കുന്നത് ആരാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് മുസ്ലിങ്ങളിൽ പെട്ടിട്ടുള്ള തീവ്രവാദികൾ അവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ, അതിന് ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന ഒരു പരോക്ഷ പിന്തുണ, അതുപോലെ തന്നെ ഡയറക്റ്റ് പിന്തുണ, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇത് സത്യത്തിൽ മുസ്ലിങ്ങളുടെ സ്വന്തം അവസ്ഥയ്ക്ക് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വിലങ്ങുതടിയായിട്ട് മാറുന്നത്. അവരുടെ ജീവിതമാണ് ഇവിടെ കുട്ടിച്ചോറാക്കുന്നത്. ഇത് മുസ്ലിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. ഇവിടെ അതിൽ നിന്നും വിഭിന്നമായിട്ട് ഒന്നോ രണ്ടോ ആളുകളെങ്കിലും ഇതേപോലെ ശബ്ദമുയർത്തി സംസാരിക്കുമ്പോൾ അത് ഏത് ഘട്ടത്തിലാണെന്ന് ആലോചിക്കണം. നമ്മളുടെ ഇടയിൽ ചില ജീവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൊലകൊമ്പൻ എക്സ് മുസ്ലിം മദ്രസ ഉസ്താദുമാരുണ്ട്. ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അവരുടെയൊക്കെ പോസ്റ്റ് ഫേസ്ബുക്കും അതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് അവിടെ. ഇതാണ് അവസ്ഥ. ഇതിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഈ ഒരു കള്ളത്തരം, ഈ ഒരു ഭീരുത്വം, ഇതാണ് സത്യത്തിൽ ഇവിടുത്തെ എക്സ് മുസ്ലിം സംഘടനയെ ഇവിടെ നശിപ്പിച്ചത്. ഇതാണ് ഞാൻ എപ്പോഴും പറയാം. അവർക്ക് ഈ പറയുന്ന സാധനത്തിലൊന്നും ഒരു മണ്ണാകട്ടം ചെയ്യാൻ കഴിയില്ല. ഇതിനകത്തൊരു നിലപാടും എടുക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് സംഘികളെ പേടിയാണ്. സംഘി വളരുന്നതെന്നുള്ള പേടിയും പറഞ്ഞുകൊണ്ട് അവർ ഇസ്ലാമിന് കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന വെറും ഭീരുക്കൾ, ഏഴാങ്കൂലികൾ എന്നേ ഞാൻ പറയുള്ളൂ. അതാണ് ഇവിടുത്തെ എക്സ് മുസ്ലിം മദ്രസ ഉസ്താദുമാർ. അതാര് തന്നെ ആയാലും ലിയാക്കത്തിൻ്റെയൊക്കെ പേരെടുത്ത് തന്നെ ഞാൻ പറയും. അത്രമാത്രം അത്തപ്പതിച്ച തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ പുള്ളിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹിജാബ് വിഷയം വന്നപ്പോൾ എന്താ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്? അതായത് ഇതിനെക്കുറിച്ച് ഇപ്പം മിണ്ടാൻ പാടില്ല. ആ കർണാടക വിഷയം ഇവിടെ ഇപ്പോൾ പറഞ്ഞ സംഖ്യ വളരും. അതുകൊണ്ട് നമുക്ക് പൂരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിൽ പോയി കഴിയുമ്പോൾ നമുക്ക് വെടിക്കെട്ട് നടത്താം. ആ ലെവലിലാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഏത് വിഷയം എപ്പോഴാണോ സംസാര വിഷയമെന്ന് ആ സമയത്താണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിനകത്ത് ആ റാഡിക്കലൈസേഷനുള്ള സാധ്യത നമ്മളിവിടെ ഉണ്ടാക്കി വെക്കേണ്ടത്, ഡീസെൻസിറ്റൈസേഷനുള്ള വഴി ഉണ്ടാക്കേണ്ടതെന്ന് പറയുമ്പോൾ എവിടെ ഇത് എങ്ങനെ മനസ്സിലാവുന്നു? കാരണം ഈ മദ്രസയെ പഠിച്ചുള്ള ബ്രെയിനും വെച്ചിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ ചിന്തിക്കണം. അതായിരിക്കും എൻ്റെ കുഴപ്പം. ഏതായാലും അന്ന് മനസ്സിലായില്ല. അത് നമ്മൾ അവിടെ തീരുമെന്ന് നമ്മൾ വിചാരിച്ചു. അവിടെയും തീരുന്നില്ല. ഭാഗ്യത്തിന് ആ വിഷയത്തിൽ ഇവർക്ക് ഒച്ച വെക്കേണ്ടി വന്നു. എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിൽ മഹ്സാമീനിക്ക് അവിടെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. അപ്പോഴെങ്കിലും ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ നിലപാടുള്ള എന്തെങ്കിലും എന്തെങ്കിലും നിലപാട് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ബോധമുള്ള എന്തെങ്കിലും വിളിച്ചു പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ വിളിച്ചു പോയി എന്താണ്? ഇറാനിൽ ഞങ്ങൾ ഹിജാബിനെതിരെ, ഇന്ത്യയിൽ ഞങ്ങൾ ഹിജാബിനൊപ്പം. ഇൻജാതി ഉളുപ്പില്ലായ്മ, ഇൻജാതി വെളിവില്ലായ്മയാണ് അവിടെയും വിളിച്ചു പോയി. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏഴാങ്കൂലികൾ എന്ന് നമ്മൾ പറയുന്നതാണ്. പിടുക്കിന് ഉറപ്പില്ലാത്ത ഏഴാങ്കൂലികൾ. ഇവരെ കൊണ്ട് എങ്ങനെയാണ് ഈ മുസ്ലിം സമുദായത്തിന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല. ഇവർ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സംഭവിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ അത്തരം ആളുകൾ ഇങ്ങനെ മിണ്ടാതിരുന്നുകൊണ്ട് ഈ പറയുന്ന തീവ്രവാദികൾ അവിടെ അവരുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ
ഇതുപോലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വന്ന് സംസാരിക്കുമ്പോൾ ഇവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇവരിലൂടെയെങ്കിലും അത്തരത്തിലുള്ള ഒരു വെളിച്ചം ആ പറയുന്ന ബാക്കി മുസ്ലിങ്ങൾക്ക് ലഭിക്കാനിടയായാൽ അത് തന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഈ നാട് രക്ഷപ്പെടുക അപ്പോഴാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളുടെ റോൾ എന്താണ്? നമ്മളുടെ റോൾ ഇതുപോലുള്ള ആളുകൾക്ക് പറയാനുള്ളൊരു സാഹചര്യം, ആ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. കാരണം എന്താ, പച്ചയ്ക്ക് പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് ഇവിടെ വന്നിരുന്ന് പറയുന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള കുറച്ച് ആളുകൾക്ക് സമാധാനമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരെ നിശബ്ദനാക്കാൻ വേണ്ടി നിങ്ങൾ പോകും. ഇപ്പം എന്താ പ്രശ്നം? നിങ്ങളുടെ മുന്നിലൊരു പ്രയോറിറ്റിയാണ്. ആദ്യം നിശബ്ദനാക്കേണ്ടത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ലിസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ അവിടെ പേര് വരിക, ഒന്ന് എൻ്റെ പേര്, അല്ലെങ്കിൽ ജാമിദ ടീച്ചറുടെ പേര്, അതല്ലെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ ജബ്ബാർ മാഷ്ട പേരും വരും. ആ ലിസ്റ്റിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ പോവുക. എക്സ് മുസ്ലിം മദ്രസ ഉസ്താദുമാരൊക്കെ ഇപ്പോൾ സേഫ് സോണിൽ നിന്നിട്ടുള്ള ആ ഒരു ഭീരുക്കളുടെ കളി മാത്രമേ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ കളി അവരവിടെ തുടർന്നോട്ടെ. വളരെ തെറ്റായിട്ടുള്ള ഒരു ഉറക്കം തൂങ്ങികളായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇദ്ദേഹത്തിന് ആ ഒരു അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരികയാണ്. യെസ്, ഇതിലെന്താ പറയാനുള്ളത് പിങ്ക്? ഇതില് എക്സ് മുസ്ലിങ്ങൾ മിണ്ടാതിരിക്കുന്നത് കാരണം ഒരു ഭയങ്കര ലോസ് ആണ് അത് ശരിക്കും. കാരണം അവര് ഇൻസൈഡേഴ്സ് ആണ്, ഈ കാര്യങ്ങള് ശരിക്കും അറിയുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് അത് മതം അതിന് കാരണമെന്ന് അറിയുന്നവരാണ് അവര്. ഇപ്പം ലിയാഖത്താണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും. പക്ഷെ അവർ ആ ഒരു ആ ലെഫ്റ്റ് സർക്കിളിലുള്ള ഒരു ആക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ആരിഫ് പറഞ്ഞാൽ സേഫ് ആയിട്ട് കളിക്കാം, എന്ത് പറഞ്ഞാലും റൈറ്റ് വിങ് ശക്തിപ്പെടും, ആ കാരണങ്ങൾ കൊണ്ട് മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ഒരു നല്ല ചാൻസ് ആണ് ഈ റിലീജിയൻ കുറച്ചുകൂടെ മോഡറേറ്റ് ആക്കാനും ആൾക്കാർക്ക് ഇത് ക്വസ്റ്റ്യൻ ചെയ്യാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ആരിഫ് മാത്രം പറയുന്നു, അല്ലെങ്കിൽ കുറച്ച് RSS മാത്രം പറയുന്നു, അങ്ങനെ വരുന്നു അല്ലെ? ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജനം ടി വിയിൽ അബ്സല്യൂട്ട്ലി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ആ ജനം ടി വിയിലെ ചർച്ചയിൽ ഓ അബ്ദുള്ള വന്നിട്ട് സംസാരിച്ച് കേട്ടോന്നറിയില്ല. അന്ന് ആ ചർച്ചയിൽ പുള്ളി പച്ചയ്ക്ക് തള്ളി പറയുക മാത്രമല്ല, ഈ വിഷയത്തിൽ നിശബ്ദരായിട്ടിരിക്കുന്ന ബാക്കി ഇതുപോലുള്ള മത നേതാക്കന്മാരെ മുഴുവൻ അയാൾ അപലപിക്കാൻ കൂടിയാണ് ചെയ്തത്. അതൊരു നല്ല കാഴ്ചയാണ്. മാത്രമല്ല അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും പറഞ്ഞു. അതായത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഒരു സ്വർഗാണ് ഇന്ത്യ. അത് നമ്മൾ ഇപ്പൊ നടക്കുന്ന ചില കമന്റുകളിലൂടെയൊക്കെ സഞ്ചരിച്ചാല് അവര് ഒരു വിധ്വംസക പ്രവർത്തനം തന്നെയാണ് ഈ കമന്റ് സെക്ഷനിൽ നടത്തുന്നത്. ഒരു ഡിസ്ട്രസ്റ്റ് ഉണ്ടാക്കുക, ഒരു സ്റ്റേറ്റിനെതിരെ ഒരു ഡിസ്ട്രസ്റ്റ് ഉണ്ടാക്കുക. അതായത് BJP ആണ് ഇതിന് പിന്നിൽ, അത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ആണ്, അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു നെറേറ്റീവിന്റെ ഇടയിൽ കൂടെ അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ വന്നിട്ട് പറയാണ് ഇന്ത്യ മുസ്ലിങ്ങൾക്ക് ഒരു സ്വർഗമാണ്. അദ്ദേഹം ആ സ്റ്റേറ്റിലുള്ള ഒരു ട്രസ്റ്റ് വീണ്ടെടുക്കാനുള്ള ഒരു പോയിന്റ് ആണ് അദ്ദേഹം അത് പറയുന്നത്. സോ ഇറ്റ് വാസ് റിയലി കമന്റബിൾ അങ്ങനെ പറഞ്ഞത് അല്ലേ? അബ്ദുള്ള അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞു. അതായത് ഇന്ത്യയെ പോലെ ഇത്രയും ഒരു സ്വർഗം തുല്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം മുസ്ലിങ്ങൾക്ക് വേറെ ഇല്ല എന്ന് പറയുന്നത് ഞാനല്ല, അബ്ദുള്ള തന്നെയാണ്. ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട് ചില സമസ്തയുടെ തന്നെ ചില നേതാക്കന്മാർ ചില വേദികളിൽ വെച്ച് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറയുന്നു ആ രീതിയിൽ ഈ മോദി സർക്കാരിൻ്റെ ഭരണം നിലനിൽക്കുന്ന സമയത്ത് പോലുമാണ് ഇവർ പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഈ വേട്ട എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ വെളിയന്മാരുള്ളതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു സാഹചര്യത്തെ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത തരം സ്വതന്ത്ര ചിന്തകർ എന്നൊക്കെ സ്വയം വിളിച്ച് വലിയ മാനവികവാദികളാണെന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് നടക്കുന്ന ആളുകൾ സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ കൊലയ്ക്ക് കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾ ശരിക്കും ഇവിടുത്തെ എക്സ് മുസ്ലിം മദ്രസ ഉസ്താദുമാരായിട്ട് നടക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് വെച്ചുകൊണ്ട് നിങ്ങൾ കാശുണ്ടാക്കുകയോ എന്തോ തറ പരിപാടി വല്ലതും ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. കാശുണ്ടാക്കണ മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ നിങ്ങൾ ബാക്കിയുള്ളവരെ ആരോപിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാശിന് വേണ്ടിയാണ്. നിങ്ങൾ ഈ പറയുന്ന സംഗതി ചെയ്യുന്നത് കാശിന് വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയും. കാരണം നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ അവരുടെ ജീവിതം കൊലയ്ക്ക് കൊടുക്കുക. നിങ്ങൾ മുസ്ലിങ്ങളുടെ അരാചാരന്മാരായിട്ട് മാറുകയാണ് നമ്മളിവിടെ കാണുന്നത്. അരാചാരായിട്ട് മാറുന്നു. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആക്ച്വലി അവര് സ്വന്തം ഇരിക്കുന്ന കൊമ്പ് വെട്ടുകയും കൂടെയാണ് ചെയ്യുന്നത്. ഇനി അവർക്ക് കാശ് ഉണ്ടാക്കുകയാണെങ്കിലും മീൻസ് ആണെങ്കിൽ കൂടി ഞാൻ പറയാണ്, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്നതിലൂടെ നിങ്ങൾ പിന്നെ ആരും ട്രസ്റ്റ് ചെയ്യാതെയാവും. പെഹൽഗാം വന്നപ്പോ നിങ്ങൾ മാളത്തിൽ ഒളിച്ചു, ഡൽഹി ബ്ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്കൊന്നും പറയാനില്ല. പക്ഷെ അതേസമയം ഗുജറാത്തില് ഒരു പശുവിനെ കൊന്നതിന് ഇംപ്രസൻഡായി, ലൈഫ് ഇംപ്രസൻ. അപ്പൊ നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് 100 നാവുണ്ട് അല്ലെ? അപ്പൊ മാത്രമേ നിങ്ങൾ ശബ്ദിക്കുന്നുള്ളൂ എന്ന് വരുമ്പോ പിന്നെ നിങ്ങളെ ആര് വിശ്വസിക്കും? അപ്പൊ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ബാറ്റ് ചെയ്യുന്നത്? അതൊന്ന്. പിന്നെ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോഴാണ് അത് റൈറ്റ് വിങ് ശക്തിപ്പെടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഏതായാലും അതിലൊരു കാര്യം ഞാൻ പറയാണ്. അതായത് ഇപ്പോൾ ഈ വിഷയം നമ്മളാണ് ഏറ്റവും കൂടുതൽ ഒച്ച ഉണ്ടാക്കണമെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. ഓക്കെ, നമ്മൾ സംഘപരിവാറിനെ കുറിച്ചുള്ള വിമർശനം ഒന്നും നടത്തുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ അവരെ കുറിച്ച് നമുക്കുള്ള പരാതി എന്താണ്? അവർ ഇസ്ലാമിക് ടെററിനെ കുറിച്ച് അവർ മിണ്ടുന്നില്ല, അവർ സംഘപരിവാറിനെ മാത്രം പറയുന്നു. ഇതാണല്ലോ പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണ്, അവർ സംഘപരിവാറിനെ കുറിച്ച് പറഞ്ഞോട്ടെ, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞോളാം. എങ്ങനെയുണ്ട്? അതല്ലേ കുറച്ചുകൂടി നല്ലത്? ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാലോ.
എന്ത് പറയുന്നു? അവര് സംഘപരിവാറിനെ വിമർശിച്ചിട്ട് ഇല്ലാതെ ആക്കട്ടെന്നേ, അതല്ലേ വേണ്ടത്. അതവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക, അതല്ലേ വേണ്ടത്. നമ്മളിത് നമ്മളുടെ പണിക്ക് നമ്മളിത് ചെയ്യുക, അതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇത് ചോദിച്ചു വരുന്ന ആളുകളൊക്കെ എനിക്ക് പറയാനുള്ളത്, സംഘപരിവാറിനെ വിമർശിക്കുന്ന പണി ഇവിടുത്തെ വിശ്വനാഥൻ ഡോക്ടർ, അതുപോലെ എക്സ് മുസ്ലിം മദ്രസ ഉസ്താദുമാർ, പിന്നെ നമ്മളുടെ വോക്ക് ഉണ്ണാക്കന്മാർ, ഇവരെല്ലാവരും നാസികൾ എല്ലാവരും കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ പണി അവർ വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഇസ്ലാമിനെ തൊടാൻ അവർക്കൊക്കെ പേടിയാണ്, അതുകൊണ്ട് നമ്മളത് ഭംഗിയായിട്ട് നമ്മളിവിടെ ചെയ്തോളാം. സോ ഇനി ആ ചോദ്യമായിട്ട് വരണ്ട, അതൊക്കെ അവരവിടെ ചെയ്തോളും. നമ്മളുടെ പണി ഇതാണ്. ഇനി ഇവിടെ വേറെ ഒരു പോസ്റ്റ് ഇവിടെ കാണാം. ഇത് ആനന്ദ് രംഗനാഥൻ, ഇതൊരു വലതുപക്ഷ മൗത്ത് പീസ് ആണെന്നാണ് സാധാരണ എല്ലാവരും പറയാറുള്ളത്. ഇദ്ദേഹം പറഞ്ഞൊരു സംഗതി, മേക്ക് നോ മിസ്റ്റേക്ക്, ഇന്ത്യ വിൽ അവെഞ്ച് ദിസ് ടെറർ അറ്റാക്ക് വിത്ത് ഓൾ ഇറ്റ്സ് മൈറ്റ്, ബട്ട് ദിസ് ടൈം റൗണ്ട് എ ബില്യൺ ഇന്ത്യൻസ് ഡിമാൻഡ് an assurance, okay, that anyone who attends the funeral of terrorists who carried out this attack will be considered a potential terrorist. Enough is enough. ഇതാണ് എഴുതിയത്. ആ വാക്ക് നിങ്ങൾ പറഞ്ഞല്ലോ. അതെ, നകുലേട്ടൻ അറിയാതെ പറഞ്ഞു പോയതാണ് പൊട്ടൻഷ്യൽ ടെററിസ്റ്റ്. ഓക്കെ, ഞാനിത് എപ്പോഴും പറയുന്ന കാര്യമാണ്. അതായത് അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച ആളുകൾ, ഒസാമ ബിൻ ലാദിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച പള്ളിയിൽ ഞാനുണ്ടായിരുന്നു. ഇനി പള്ളി ഏതാന്ന് പറഞ്ഞാൽ ചാത്തമംഗലം ജുമാ മസ്ജിദ്, ഇനി അത് അങ്ങനെ തന്നെ പറയുള്ളൂ. ഓക്കെ, ചാത്തമംഗലം ജുമാ മസ്ജിദിൽ ഒസാമ ബിൻ ലാദിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു. അജ്മൽ കസബിന് വേണ്ടിയിട്ട് അവിടെ തൃക്കാക്കര ഒരു പള്ളിയിൽ എറണാകുളത്ത്, അവിടെയും ഇതേപോലെ മയ്യത്ത് നിസ്കരിക്കുന്നു. പിന്നെ യാക്കൂബ് മാമന് വേണ്ടിയിട്ടുള്ള മയ്യത്ത്, ഇതാണിപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണും, യാക്കൂബ് മാമൻ്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതേപോലെ പാഷയ്ക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കുന്നു. ഇങ്ങനെ ഈ ലോകം കണ്ടിട്ടുള്ള തീവ്രവാദികൾ അവർക്ക് വേണ്ടിയിട്ട്, സദ്ദാം ഹുസൈൻ ആയാലും ശരി, യാസർ അറാഫത്ത് ആയാലും ശരി, എല്ലാവർക്കും വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന ഉസ്താദുമാർ നേതൃത്വം കൊടുക്കുന്നു. അതുപോലെ അണികൾ കൂടെ നിൽക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ പറയൂ, ഈ പറയുന്ന തീവ്രവാദികൾക്ക് മയ്യത്ത് നിസ്കരിക്കുന്ന ആളുകൾ അവർ തീവ്രവാദത്തോടല്ലേ അനുഭവം കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഒരു തീവ്രവാദിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നത്? നിങ്ങൾ പറയാറുണ്ടല്ലോ, ഏതോ ഒരു പെൺകുട്ടിയെ ഇവിടെ ബലാത്സംഗം ചെയ്ത് കൊന്ന ആ കേസിൽ അകത്തായ BJPയുടെ ആൾ തിരിച്ചു വന്നപ്പോൾ അയാൾക്ക് പുഷ്പഹാരം അർപ്പിച്ചു. അതുപോലെ അവരെ വലിയ തോതിൽ BJPയുടെ ഏതോ വലിയ തീവ്രത കൂടിയ ആളുകൾ അവരെല്ലാവരും കൂടി ആനയിച്ചു കൊണ്ടുവരുന്ന ചിത്രം കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്താ പറയുന്നത്? ആ ആനയിച്ചവരെല്ലാവരും തന്നെ ചാണകസംഖ്യകളാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. പൊട്ടൻഷ്യൽ എന്ന് പോലുമല്ല നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ചാണകസംഖ്യകളാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച്, സിൻവറിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച്, ഇതുപോലെ ഈ പാഷയ്ക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിച്ച്, ജോസഫ് മാഷിൻ്റെ കൈവെട്ട് കേസ്, ആ സംഗതിയിൽ പിടിക്കപ്പെട്ട ആ ഒരു ജയിലിൽ കടന്നിരുന്ന ആ നേതാവ്, SDP-യുടെ നേതാവ്, മൂപ്പരെ അവിടെ പിടിച്ച് ഇലക്ഷനിൽ വോട്ട് ചെയ്ത മുസ്ലിങ്ങൾ, ഇവരെല്ലാവരും നിങ്ങളുടെ സെയിം ലോജിക്ക് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും തീവ്രവാദികളാണെന്നല്ലേ നമ്മൾ പറയേണ്ടത്. പക്ഷെ നമ്മളത് പറഞ്ഞിട്ടില്ല, നമ്മൾ പൊട്ടൻഷ്യൽ തീവ്രവാദികളാണെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഈ ബലാത്സംഗിയായ ഒരു സംഘി, ആ സംഘിയെ നിങ്ങൾ ഇവിടെ മാലയിട്ട് സ്വീകരിക്കുന്ന ഇത് കണ്ടപ്പോൾ അത് മുഴുവൻ എല്ലാവരും ചാണക സംഘികളാണ്, ഹിന്ദു തീവ്രവാദികളാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട് ഈ ഒരു സാധനത്തിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല? ഒരു തീവ്രവാദിക്കും വേണ്ടി നമ്മൾ അനുകൂലമായൊരു നിലപാടെടുക്കില്ല. അവർക്ക് അവരുടെ ചെയ്തികളെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആക്ഷനും നമ്മൾ കൂടെ നിൽക്കില്ല എന്ന് പറയാൻ, മയ്യത്ത് പോലും നിസ്കരിക്കില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തേ സാധിക്കാത്ത? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. സിൻവറിന് വേണ്ടി വരെ നിങ്ങൾ മയ്യത്ത് നിസ്കരിച്ചു, ഇതെല്ലാം ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതുപോലുള്ള സംഗതികൾ കാണുമ്പോൾ അത് കാണുന്നത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാനുള്ള അവകാശം അതെല്ലാ പൗരന്മാർക്കുണ്ട്. അത് വലതുപക്ഷത്തിനുണ്ട്, അത് ആനന്ദ് രംഗനാഥനുണ്ട്. അപ്പോൾ ആനന്ദ് രംഗനാഥൻ അത് പറയുമ്പോൾ അത് സംഖ്യ ആയതുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനി വിലപ്പോവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് വിലപ്പോവില്ല എന്നുള്ളതിന് ഒരു മികച്ച എക്സാമ്പിൾ ഞാൻ വായിക്കാം. ഒരു പോസ്റ്റ് ഇവിടെ വായിക്കാനുണ്ട്. കാരണം അവർ വലിയ ഒരു BJP വിരുദ്ധ ഒക്കെ ആയിട്ട് നിന്നിരുന്ന ഒരാൾ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് കേൾക്കുക. അതാണ് ഞാൻ ഇതിൻ്റെ ടൈറ്റിൽ ഇട്ടത്. ഈ ഒരു വിഷയത്തിൽ, ഈ ഡൽഹി വിഷയം എന്ന് പറയുന്നത്, ഈ ടെറർ എന്ന് പറയുന്നത്, ഇത് കാക്കമാർ ഓവറാക്കി ചളമാക്കിയൊരു വിഷയമാണെന്ന് മാത്രമല്ല, അവരുടെ കംപ്ലീറ്റ് ഈ തീവ്രവാദ സ്വഭാവവും ഈ പൊട്ടൻഷ്യൽ ജിഹാദിത്തരം, അതായത് ഈ പറയുന്ന പേപ്പട്ടി മതത്വം, ഇതൊന്ന് നാട്ടുകാരുടെ മുന്നിൽ വെളിവായിരിക്കുന്നു. ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിലേക്കാണ് നമുക്കിത് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഇത് പറയാനുള്ള അവകാശം നിങ്ങൾ തന്നെ, അല്ലെങ്കിൽ അവസരം അത് നിങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ആ സൃഷ്ടിക്കുന്ന അവസരത്തെ ഉപയോഗിക്കുകയാണ് ഇവിടെയുള്ള വലതുപക്ഷം ചെയ്യുന്നത്. ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭാഗമായിക്കൊണ്ട് ഇവിടെ വലതുപക്ഷം ശക്തിപ്പെടുന്നു. ഇതന്നെയാണ് സംഭവിക്കുക. ശക്തിപ്പെട്ട് കഴിയുമ്പോൾ അയ്യോ വലതുപക്ഷം ശക്തിപ്പെട്ടെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്ത് പറയുന്നു ആനന്ദ് രംഗനാഥൻ പറഞ്ഞത്? ആ വാക്കുകളോടൊക്കെ എന്താണ് സൂചിപ്പിക്കാനുള്ളത്?
അല്ല ഇതിപ്പം ഇപ്പൊ ആരിഫ് പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുമ്പോൾ ഒന്നാമത് ഈ പൊട്ടൻഷ്യൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ പലർക്കും അറിയില്ല അല്ലെ. പക്ഷെ ഇത് കൂടുതൽ പേര് അത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അത് ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കാരണം എല്ലാവരും ജിഹാദികളാണെന്നോ ടെററിസ്റ്റുകളാണെന്നോ എന്നൊന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ടെങ്കിലും ഇത് വരട്ടെ എന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഇതിന്റെ കൂടെ ഞാൻ പറയാം, ഇങ്ങനെയുള്ളൊരു ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ അപലപിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഈ രാജ്യത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം അല്ലെങ്കിൽ ഇതിന്റെ റൂട്ട് കോസ് എന്താണ് അങ്ങനെയുള്ള ഡിസ്കഷനിലേക്ക് പോകുന്നതിന് പകരം എല്ലാവരും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓടുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അത് പലതരത്തിലുള്ള പ്രൊട്ടക്ഷൻ, അതായത് ഒരു ഐഡന്റിറ്റിയുടെ പ്രൊട്ടക്ഷൻ. അതിപ്പോ ഒരു മുസ്ലിം എന്നുള്ള ഒരു ഐഡന്റിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു ലെഫ്റ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജി അതിന്റെ ഐഡന്റിറ്റി ആവാം, ഒരു പാർട്ടിയുടെ ഐഡന്റിറ്റി ആവും. അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിനെ പറ്റി ഒന്ന് വെളുപ്പിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കമന്റ് സെക്ഷനിൽ മുസ്ലിങ്ങൾ മാത്രമൊന്നല്ല, ഹിന്ദു നാമധാരികളായിട്ടുള്ളവരും അവരുടെ ആ ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാമെന്ന് ഞാൻ ഊഹിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു അല്ല ചില മൃദു കമ്മികളായിട്ടുള്ള കൊങ്ങികളുണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവാം. പിന്നെ വേറൊരു പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു നെറേറ്റീവ്, ദ ഗുഡ് ആൻഡ് ദ ബാഡ്. അപ്പൊ BJP എപ്പോഴും മോശം, മറ്റവരെപ്പോഴും ചക്കരക്കുട്ടന്മാർ. അപ്പൊ ആ ഒരു നെറേറ്റീവ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് BJP സ്പോൺസേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പുൽവാമയിൽ എവിടെയാണ് അവര് എപ്പോഴും ആരോപിക്കല് സർക്കാർ തന്നെ കുറെ നിരപരാധികളെ കൊന്നിട്ട് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു നെറേറ്റീവ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ ഇവരെന്താണ് പിന്നെ ഈ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഇതൊക്കെ പറയുന്നത് ഈ ഒരു സംഭവം ഉണ്ടായി, അപ്പൊ പിന്നെ ഈ ഇത്തരത്തിലുള്ള നമ്മുടെ ഐഡന്റിറ്റികളെ എങ്ങനെയെങ്കിലും ഇപ്പൊ സംരക്ഷിക്കണം, ഇപ്പോഴേ തന്നെ സംരക്ഷിക്കണം അവർക്ക് അല്ലെ. അതിന്റെ ആ ഒരു തിടുക്കത്തില് അവര് ശരിക്കുള്ള പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ പോകുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള ആളുകൾ അത് അവസരം എടുക്കും. ഇതുപോലുള്ള അപ്പൊ നിങ്ങൾ പറയും ഇത് ഇയാള് എന്താണ് തീവ്ര വലതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാള് വെറുതെ താറടിച്ച് കാണിക്കും. എന്നാ നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് പറ്റുന്ന പോലെ പറയും. ഇതുപോലെ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന പോലെങ്കിലും അത് അപലപിക്കും. അത് ചെയ്യാതെ പിന്നെ ചെയ്യണവരെ വെറുതെ ചൊറിഞ്ഞോണ്ടിരിക്കുകയാണോ ചെയ്യേണ്ടത്? അതാ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറയുന്ന പശുവിൻ്റെ പേരിൽ ഇവിടെ ഇന്നിപ്പോൾ ഒരു ജീവപര്യന്തം സംഭവം എന്നു പറയുന്നത്, ഏതെങ്കിലും ഹിന്ദു പോയിട്ട് അത് നന്നായി, അത് ഞങ്ങളുടെ നിയമമാണ്, അതിനെ വലിയ തോതിൽ ഏറ്റു പറയൂ, ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു ആളും അങ്ങനെ വന്ന് പറഞ്ഞാൽ ആ ആളെ തിരുത്താൻ ആ സമുദായത്തിൽ തന്നെയുള്ള ആളുകൾ മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇതാണ് നമ്മൾ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് കാണാത്തത്. ജോസഫ് മാഷിൻ്റെ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ട് ഇപ്പോഴും ഈ കൈയല്ലായിരുന്നു തലയായിരുന്നു വെട്ടേണ്ടിയിരുന്നത് എന്ന് പറയുമ്പോൾ മുസ്ലിമിനെ തിരുത്താൻ ഏതെങ്കിലും ഒരു മുസ്ലിം കടന്നു വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ഒരു തിരുത്തലും ആ ഒരു ശ്രമവും ഇല്ലാത്ത കാലത്തോളം നമുക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. ഇത് പറയും. അതിന് നിങ്ങൾക്ക് ഇനി വിഷമമുണ്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒന്നും അതിനകത്ത് പറയാനില്ല. ഇത് നമുക്ക് പറഞ്ഞേ പറ്റൂ. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ ഞാനൊരു ചെറിയ കാര്യം പറയാം. അതായത് എന്തുകൊണ്ടാണ് എല്ലാ മുസ്ലിങ്ങളും അത് അവരുടെ മേലെ ഏറ്റെടുക്കുന്നത് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്? അപ്പൊ അതൊരു കളക്റ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഡീൽ. ഈ ഇസ്ലാം മതത്തിന്റെ ഉള്ളിലുള്ളതാണ് ഈ കളക്റ്റീവ് ഐഡന്റിറ്റിയാണ് പലപ്പോഴും മതത്തിന് വേണ്ടി ചാവാൻ വരെ അതെ മതത്തിന് വേണ്ടി ചാവാൻ വരെ ഒരാളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ കളക്റ്റീവ് ഐഡന്റിറ്റി. അപ്പൊ നിങ്ങൾ മതത്തിന് വേണ്ടി ചത്തില്ലെങ്കിലും നിങ്ങൾ മതത്തിന് വേണ്ടി കമന്റുകളിൽ പോയിട്ട് ബാറ്റ് ചെയ്യുന്നതും അതിന്റെ ഒരു ലോവർ ലെവലാണ്. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി റാഡിക്കലൈസ് ആയാല് നിങ്ങളുടെ ഉള്ളിൽ ആ കളക്റ്റീവ് ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് എന്നുള്ള ഐഡന്റിറ്റി നിങ്ങൾ ത്യജിച്ചിട്ട് നിങ്ങൾ ആ കളക്റ്റീവ് ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട് ഏത് ലെവൽ വരെ പോവും എന്നുള്ളത് ആരിഫിന്റെ പഴയ ഒരു ചാർട്ടില്ലേ, എവറിഡേ മുസ്ലിമും പിന്നെ റാഡിക്കൽ മുസ്ലിമും. അപ്പൊ നിങ്ങൾ അതിന്റെ ആ ലാഡറിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതൊരു കോൺസ്പിറസി തിയറി ആണെന്ന് പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ ഓൺ ദ റോങ് ട്രാക്ക്. അവിടെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഞാനും വിശ്വാസിയായിരുന്ന സമയത്ത് നമ്മളെ മനസ്സിലൂടെ ഇത് കാണുമ്പോൾ ആദ്യം വന്നിരുന്ന ഒരു ചിന്ത എന്താണ്, ഒരു അക്രമം ഉണ്ടാകുമ്പോൾ അതിനെ അപലപിക്കേണ്ട ഒരു ബാധ്യത അത് ഹിന്ദുവിനില്ല, അത് ക്രിസ്ത്യാനിറ്റിക്കില്ല, അത് മുസ്ലിമിന് മാത്രം വന്നു ചേരുന്നു. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് എനിക്കൊക്കെ വലിയ വിഷമമായിരുന്നു. ഇതെന്താ ഇപ്പം നമുക്ക് ഇത് മാത്രം ഇങ്ങനെ തള്ളി പറഞ്ഞില്ലെങ്കിൽ നീ എന്തോ വലിയ കുറഞ്ഞ ഒരാളായി പോകുന്നു എന്ന നിലയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? അതെന്താണെന്ന് ഇപ്പോഴും ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ന്യായീകരിക്കാൻ ആരും പോകാറില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ന്യായീകരിക്കാൻ പോകുന്നു ഒരു വശത്ത്. അപ്പോഴാണ് നിങ്ങൾ ആ സാധനത്തിനോട് യോജിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയേണ്ട ബാധ്യത നിങ്ങൾക്ക് വരുന്ന അവിടെയാണ്.
അതാണ് ഇതിൽ വിഷയം. ഇതിനെ ന്യായീകരിക്കാൻ ഇവിടെ ഒരു ഹിന്ദുവും പോകാറില്ല, ഒരു ക്രിസ്ത്യാനിയും പോകാറില്ല, ഒരു മതമില്ലാത്ത ആളോ മതമുള്ള ഇനിയിപ്പോൾ ബുദ്ധനോ ജൈനനോ ജൂതനോ ആരും പോകുന്നില്ല. എന്നാൽ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെയല്ലേ ഇതിനെ കുറിച്ച് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഗാസ ഇസ്രായേൽ വിഷയം ഉണ്ടായപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? എന്തുകൊണ്ട് ഈ ഇസ്രായേൽ വിഷയത്തിൽ ഞങ്ങൾ പ്രതികരിക്കുന്നു, എന്തുകൊണ്ട് അവിടെ നൈജീരിയയിലെ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നത് സംബന്ധിച്ച് നമ്മളുടെ ഇവിടുത്തെ ജിഹാദി മറ്റേ കൂട്ടിക്കൊടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബാസിൽ എന്താ അവിടെ പറഞ്ഞത്? ഇസ്രായേൽ വിഷയത്തിൽ ആളുകൾ ഇസ്രായേലിനെ ന്യായീകരിക്കുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഇടപെടുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. അതായത് ഈ വിഷയത്തിൽ നിങ്ങളെ തന്നെ സ്വയം ന്യായീകരിക്കുന്നു. ഇത് ആ ബേർഡൻ നിങ്ങൾ അതിൻ്റെ ആ ഒരു ടെറർ, അതിൻ്റെ കോസ്, ആ സംഗതിയെ നിങ്ങൾ തള്ളിക്കളയാൻ വേണ്ടിയിട്ട്, റദ്ദാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനെ ന്യായീകരിക്കുന്ന ആളുകളായിട്ട് മാറുന്നത് കൊണ്ടാണ് നിങ്ങളെ നമ്മൾ വിമർശിക്കുന്നതും നിങ്ങൾ ഇതിനകത്ത് അതിൽ പെടുന്നില്ല എന്ന് പറയേണ്ട ബാധ്യത നിങ്ങൾക്ക് വന്നു ചേരുന്നതും. ഇതാണ് നിങ്ങൾക്കുള്ള ഉത്തരം. ഇത് നമ്മൾ പറഞ്ഞല്ല, നിങ്ങൾ തന്നെ വെച്ചെന്ന ഉത്തരമാണ്. കാരണം നിങ്ങൾ ആ കാരണം വെച്ചാണ് നമ്മളെ ഇവിടെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് ഇസ്രായേൽ, എന്തുകൊണ്ട് നൈജീരിയ ഇല്ല എന്നത് സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ ഉത്തരം അതാണ്. അപ്പോൾ ആ ഉത്തരം നിങ്ങൾക്കും ബാധകമല്ലേ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഫ്ലിപ്പ് ടെസ്റ്റ് നിങ്ങൾക്ക് അവിടെയും ബാധകമാണ്. ബാസിൽ വലിയ ഒരു എഴുന്നള്ളിപ്പ് നടത്തിയതാണ്, ഫ്ലിപ്പ് ടെസ്റ്റ് നടത്തിയാൽ അതെല്ലാം ശരിയാവും. ഈ ഫ്ലിപ്പ് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അതെന്താ മനസ്സിലാവത്തെ? എന്നിട്ട് അത് ചെയ്യാതെ നിങ്ങൾ വന്നിട്ട് ഇവിടെ വലിയ പോസ്റ്റ് ഇട്ടോ ഇത് ബാക്കി നിലവിളിച്ച് ഇതിങ്ങനെ അയ്യോ ഞങ്ങളെല്ലാവരും ചൂണ്ടുന്നേ, ഞങ്ങൾക്കിങ്ങനെ ബാധ്യത തരുന്നേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നതിൽ വല്ല കഥയുണ്ട് എൻ്റെ പൊന്ന് ഉണ്ണാക്കന്മാരെ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ബാസിലിനോടൊക്കെ നമുക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഈ ജിഹാദിത്തരവും ജിഹാദി കൂട്ടിക്കൊടുപ്പും രണ്ടും കൂടി ഒരുമിച്ചാണെന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. നിങ്ങളുടെ തക്കിയെ വെച്ചുള്ള കളിയാണ് ഏറ്റവും മിനിമം. നമ്മൾ പറയാറുണ്ട് ബാസിൽ ഇപ്പം മീശ വെച്ചിട്ടാണ് നടക്കുന്നത്, അധികം വൈകാതെ ബാസിലിൻ്റെ മീശ പോവും, അതാണ് ഉണ്ടാവുക. അതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആ മീശ വെച്ചിട്ടുള്ള ആ നടപ്പ് പോലും ഒരു തക്കിയുടെ ഭാഗമാണെന്ന് ഞാൻ പറയാം. കാരണം എന്നെ കണ്ടാൽ ഒരു തീവ്രവാദിയുടെ ലുക്കുണ്ടോ സേട്ട എന്ന ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു കളിയാണിത്. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് അതിലേക്കൊക്കെ കിടക്കുന്നതിന് മുന്നേ നമുക്കൊരു വീഡിയോ കൂടി കണ്ടല്ലോ. അരുൺ പറഞ്ഞത് പറയാനുണ്ട് വരും. കാരണം ഈ വീഡിയോ വന്നപ്പോഴാണ് ബാസിലിന് വല്ലാതെ കൊണ്ടത്. കാരണം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നേരിട്ട് ബാസിലിനെ ബാധിക്കുന്ന വിഷയം. കാരണം ഞാൻ ഈ ബാസിലിൻ്റെ പേര് പറയാൻ കാരണം ഇന്ന് കേരളത്തിൽ ഈ പറയുന്ന ഇപ്പം നമ്മൾ കണ്ടല്ലോ വൈറ്റ് കോളർ ടെറർ എന്ന് പറയുന്ന സാധനം. ഈ വൈറ്റ് കോളർ ടെറർ ഇന്ന് കേരളത്തിൽ അത് നടപ്പിലാക്കുന്ന അതിൻ്റെ പ്രായോജകരായിട്ട് ഇന്ന് നിലനിൽക്കുന്ന ആരാണ്? ഇത് ഇവിടുത്തെ വിസ്ഡം ഗ്രൂപ്പാണ്. ആ വിസ്ഡം ഗ്രൂപ്പിൻ്റെ നേതാവ് ആരാണ്? ഇന്ന് നമ്മളെ മുന്നിൽ നിന്ന് എപ്പോഴും സംസാരിക്കുന്ന ആരാണ്? അത് ഈ ബാസിലാണ്. അപ്പോൾ ആ ബാസിലിൻ്റെ കൂടെയുള്ള ആളുകളാണ്. ബാസിലിൻ്റെ സ്വന്തം അനിയനുണ്ട്. ബാസിൽ തന്നെ ഒരു ഡോക്ടറാണ്, BDS ആണെന്നാണ് പറയുന്നത്. അനിയൻ ഹിലാൽ ഒരു ഡോക്ടറാണ്, MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി മറ്റുള്ള കൂടെയുള്ള ആളുകൾ എല്ലാവരും IIT ട്രെയിൻഡ് ആണ്, അവിടെയാണ് ഇവിടെയാണെന്ന് അവർ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, വൈറ്റ് കോളർ ടെറർ ഈ പറയുന്ന രീതിയിൽ ഇസ്ലാമിന് വേണ്ടി സംസാരിച്ച് ഇസ്ലാമിൻ്റെ ഈ താലിബാനിസം മറ കെട്ടുന്നതായാലും സൂംബ വിഷയത്തിൽ അവരിടപെട്ട് നിങ്ങൾ നോക്കുക. അങ്ങനെ ഏത് വിഷയം നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇസ്ലാമിൻ്റെ കൃത്യമായ നിയമങ്ങൾ നടപ്പിലാക്കി ഒരു വലിയ ഒരു സോഷ്യൽ എന്താണ് ഫൈറ്റിംഗ് ആണ് മതത്തിന് വേണ്ടി അവർ നടത്തുന്നത് എന്ന ഒരു വലിയൊരു ധാരണയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ? സത്യത്തിൽ കൂടുതൽ മുസ്ലിങ്ങളെ റാഡിക്കലൈസ് ചെയ്യുന്ന പണിയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ താലിബാനിസം കൂടുതൽ മുസ്ലിങ്ങൾക്ക് നോർമലൈസ് ചെയ്ത് കൊടുക്കാതെ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പണി. ഇതാണ് താലിബാൻ അവിടെ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ ഈ ബാസിൽ ഇവിടെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്കുള്ള എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ ഉള്ളപ്പോൾ ഇത് നേരിട്ട് അരുൺകുമാർ പറഞ്ഞൊന്നുമില്ല. പക്ഷേ ഇത് കേട്ട് ഇത് എന്നെ കുറിച്ചാണോ പറയുന്നത് എന്ന് മറ്റേ തലയിൽ പൂട ചൊറിയുന്ന ഒരവസ്ഥ. അതെ, ഇത് നമുക്കിട്ടാണല്ലോ മച്ചമ്പി എന്നുള്ള രീതിയിൽ തലയിൽ പൂട തരയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി. ആർക്ക്? ബാസിലിന്. അപ്പോൾ ആ ബാസിൽ പൂട തെരഞ്ഞ ആ വിഷയം അത് ഒന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ എന്താണ് അരുൺകുമാർ പറഞ്ഞതെന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ. ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്ഫോടന പരമ്പരകൾക്ക് പിന്നിൽ, ഈ നേരത്തെ ഫരീദാബാദിലടക്കം നടന്ന അറസ്റ്റുകൾക്ക് പിന്നിൽ ആരാണ്, എന്താണ് എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. സ്ലീപ്പർ സെല്ലുകൾ എന്നാണ് നമ്മൾ നേരത്തെ അറിയപ്പെട്ടിരുന്നത് ഒരു വിഭാഗം. അതായത് ആക്റ്റീവായി മറ്റേതെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുന്ന ഇവർ പ്രൊഫഷൻ മേഖലയിൽ, അത് വൈദ്യമേഖലയിൽ ഡോക്ടർമാരായി, സർവകലാശാലകളിൽ അധ്യാപകരും ഗവേഷകരുമായി, ചില മാധ്യമ സ്ഥാപനങ്ങളിൽ മാധ്യമപ്രവർത്തകരായി, ചില പരസ്യ ഏജൻസി കമ്പനികളിലായി, ചില ഫോട്ടോഗ്രാഫർമാരായി, ചില ടൂറിസം ഓപ്പറേറ്റർമാരായിട്ടൊക്കെ വിവിധ മേഖലകളിൽ പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ചിലർ അഭിഭാഷകരായും ഒക്കെ പ്രവർത്തിക്കുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ചില സ്ലീപ്പർ സെല്ലുകൾ പല രൂപത്തിൽ പല ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പല ഭീകരവാദ സംഘടനകൾക്കും അവരുടെ സ്ലീപ്പർ സെല്ലുകളുണ്ട്. അവ പ്രത്യക്ഷമായിരിക്കില്ല, അവയെ തിരിച്ചറിയാൻ സമയമെടുക്കും. അങ്ങനെയുള്ള ഒരു സ്ലീപ്പർ സെൽ വിഭാഗത്തിൽപ്പെട്ട ഒരു സംഘത്തെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നത്. അവരെയാണ്
3 പേരെ അറസ്റ്റ് ചെയ്തത്. നിർഭാഗ്യവശാൽ അവർ പണിയെടുത്തിരുന്നത് സർക്കാർ ആരോഗ്യ മേഖലയിലും പൊതു ആരോഗ്യ മേഖലയിലും വൈദ്യശാസ്ത്രത്തിലുമായിരുന്നു. അവർ ഡോക്ടർമാരായിരുന്നു. 3 ഡോക്ടർമാരുടെ അറസ്റ്റ് ഇന്ത്യ യഥാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. സ്ലീപ്പർ സെല്ലിൽ ഉണ്ടായിരുന്ന വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ എന്ന് വിളിക്കാവുന്ന 3 ഡോക്ടർമാർ. അതിൽ 4ാമത്തെ ഡോക്ടറാണ് ഡോക്ടർ ഉമർ നബി മുഹമ്മദ്. അപ്പോൾ ഇവരാരാണ് എന്നുള്ളതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ എന്ന് നമുക്ക് പേര് വിളിക്കാൻ കഴിയുന്ന ജെയ്ഷെ ഭീകരർക്കുള്ള സ്ലീപ്പർ സെല്ലുകളായിട്ട് ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ദില്ലിയിലുമൊക്കെ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർമാരാണ്. ഇവരെ പെട്ടെന്ന് പോലീസ് നിരീക്ഷിക്കില്ല. ഇവർ പോലീസിന്റെ ശ്രദ്ധയിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. ഇക്കൂട്ടരാണ് യഥാർത്ഥത്തിൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന സ്ലീപ്പർ സെല്ലുകൾ. ആരായിരുന്നു അവർ? വൈറ്റ് കോളർ ടെററിസ്റ്റ് ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ അനന്തനാഗ് സർക്കാർ മെഡിക്കൽ കോളേജിലെ അധ്യാപകനായിരുന്നു. ഒക്ടോബർ 27-ന് അനന്തനാഗിൽ വെച്ചാണ് ഈ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറെ അറസ്റ്റ് ചെയ്യുന്നത്. ജെയ്ഷെ അനുകൂല പോസ്റ്റർ പതിപ്പിച്ചു എന്നതായിരുന്നു ഇയാളുടെ പേരിൽ ആദ്യമുള്ള കുറ്റമെങ്കിലും പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ആശുപത്രിയിൽ നിന്ന് ലൈസൻസ് ഇല്ലാത്ത ഒരു റൈഫിൾ കണ്ടെടുക്കുന്നു. 2ാമത്തെ ആൾ ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ. ഇയാൾ കുറച്ചുകൂടി അപകടകാരിയാണ്. നവംബർ 9-ാം തീയതിയാണ് 2ാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഫരീദാബാദിൽ നിന്നാണ് ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നടത്തിയ റെയ്ഡിലാണ് വൻതോതിലുള്ള സ്ഫോടക ശേഖരം പിടികൂടിയത്. ചെറുതല്ല, 2900 കിലോഗ്രാം വരുന്ന IED സ്ഫോടക വസ്തുക്കൾ, അതിൽ 300 കിലോഗ്രാമിലധികം വരുന്ന അമോണിയം നൈട്രേറ്റ് ഈ ഡോക്ടറുടെ പരിസരത്ത് നിന്നും കണ്ടെത്തി എന്നുള്ളതാണ്. നോക്കൂ, 2 ഡോക്ടർമാർ. ഒരാൾ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ അനന്തനാഗിൽ ജമ്മു കാശ്മീരിൽ അറസ്റ്റിലാവുന്നു, റൈഫിൾ കണ്ടെടുക്കുന്നു. 2ാമത്തെ ആൾ ഫരീദാബാദിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ വൻതോതിൽ സ്ഫോടന ശേഖരം പിടികൂടുന്നു. 3ാമത്തത് ഒരു വനിതയാണ്, ഡോക്ടർ ഷഹീൻ ഷാഹിദ്. അൽ ഫലാഹ് ആശുപത്രിയിലെ വനിതാ ഡോക്ടറാണ്. നവംബർ 9-ാം തീയതി മുസമ്മിലിനെ അറസ്റ്റ് ചെയ്യുന്ന അതേ ദിവസം തന്നെയാണ് അറസ്റ്റ് ചെയ്യുന്നത് ഡോക്ടർ ഷഹീൻ ഷാഹിദ്. ഡോക്ടർ മുസമ്മിലുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഡോക്ടർ ഷഹീൻ ഷാഹിദ്. കാറിൽ നിന്ന് തോക്ക് കണ്ടെത്തി. 4ാമത്തെ ആൾ ജെയ്ഷെ ഭീകരരുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദാണ്. ഡോക്ടർ ഉമർ മുഹമ്മദും ഇവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഡോക്ടർ ഉമർ മുഹമ്മദിനെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഈ ഡോക്ടർ ഉമർ മുഹമ്മദാണ് I-20 കാർ ഓടിച്ച് സ്ഫോടനം നടത്തിയത്. പുൽവാമ സ്വദേശിയാണ്. ദില്ലി സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഇപ്പോൾ ഈ ഡോക്ടർ ഉമർ മുഹമ്മദ്. ഡോക്ടർ മുഹമ്മദ് ഷക്കീലിന്റെ മുസമ്മൽ ഷക്കീലിന്റെ കൂട്ടാളിയാണ്. ഫരീദാബാദ് അറസ്റ്റിന് പിന്നാലെ പോലീസ് തിരഞ്ഞു നടന്നയാളാണ്. ചെങ്കോട്ടയിൽ ഒറ്റയ്ക്കെത്തി സ്ഫോടനം നടത്താൻ ഇയാൾ തീരുമാനിച്ചത് തങ്ങളുടെ കൂട്ടാളികളായ ഈ 3 ഡോക്ടർമാരെയും മുസമ്മിലിനെയും ആദിലിനെയും ഒപ്പം തന്നെ ഷഹീനെയും അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ്. ഡോക്ടർ ഷഹീൻ ഷാഹിദ്, ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ, ഡോക്ടർ ആദിൽ അഹമ്മദ്, ഇവരുടെ കൂട്ടാളിയായ ഉമർ മുഹമ്മദാണ് ഈ ഡൽഹി സ്ഫോടനത്തിന്റെ സൂത്രധാരനായി വന്നിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. ജെയ്ഷെ ഭീകരർ പ്രത്യേകിച്ച് പുൽവാമയ്ക്ക് ശേഷം, പഹൽഗാമിന് ശേഷം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയിൽ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥയുണ്ടാക്കുന്നതിനുള്ള തീവ്രവാദ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടി ഇന്ത്യൻ അതിർത്തികളിൽ പാകിസ്ഥാൻ ഭീകരർ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ലീപ്പർ സെല്ലുകളാണ്. ആ സ്ലീപ്പർ സെല്ലുകളിൽപ്പെട്ട ഒരു വിഭാഗമാണ് വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ. പല തൊഴിലിടങ്ങളിൽ ഇവരെ നിങ്ങൾക്ക് കാണാം. പക്ഷെ ഇവർ ഒരിക്കലും തീവ്രവാദികൾ എന്നുള്ള ഒരു ലേബൽ അണിയില്ല. ഇവർ പുരോഗമന ആശയങ്ങൾ പറഞ്ഞ് ആ അർത്ഥത്തിൽ അവർക്കൊപ്പം നിൽക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇവർ വളരെ പ്രൊഫഷണലി വളരെ കമ്മിറ്റഡ് ആണെന്ന് തോന്നുന്നു. എന്നാൽ ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ സ്ലീപ്പർ സെല്ലുകളായിട്ട് രഹസ്യമായി പ്രവർത്തിക്കുകയും ചെയ്യും. വലിയ രീതിയിലുള്ള സ്ഫോടന ശേഖരം തന്നെ ഇവരിൽ നിന്ന് കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് ഈ തെരച്ചിലിനെ ഗൗരവമുള്ളതാക്കി മാറ്റിയത്. ഈ സ്ലീപ്പർ സെല്ലുകളുടെ ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകളുടെ പരമ്പരയിൽപ്പെട്ടയാളാണ് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ കുടുംബാംഗങ്ങളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഉമ്മയെയും 2 സഹോദരങ്ങളെയും ചോദ്യം ചെയ്യുന്നു. ദരിയാഗഞ്ച് മേഖലയിൽ ഉമർ ഈ I-20 കാറുമായി ഏറെ മണിക്കൂറുകൾ ചെലവിട്ടിരുന്നു. അവിടെ സുനീരി മസ്ജിദിന് സമീപം 2 മണിക്കൂർ നേരം കാർ പാർക്ക് ചെയ്തിരുന്നു. 3 മണിക്കൂർ നേരം ഈ റെഡ് ഫോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയിൽ തന്നെ ഈ I-20 കാർ സ്ഫോടന വസ്തു ശേഖരിച്ച് അതിൽ സൂക്ഷിച്ച് അവിടെ വെച്ചിരുന്നു. അതിനുശേഷമാണ് 6:30 ആ തിരക്കേറിയ നഗരവീഥിയിലേക്ക് ഇറങ്ങുന്നതും വലിയ സ്ഫോടനം നടത്തുന്നതും. പക്ഷേ ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ ലക്ഷ്യം റെഡ് ഫോർട്ട് ആയിരുന്നില്ല എന്നത് ഉറപ്പാണ്. വലിയ രീതിയിലുള്ള സ്ഫോടനം നടത്താൻ വേണ്ടി ലക്ഷ്യമിട്ടത് ഒരുപക്ഷെ ചാന്ദിനി ചൗക്ക് ആയിരുന്നിരിക്കാം. ചാന്ദിനി നമ്മുടെ ചുറ്റുമുണ്ട്, ദില്ലിയിലുണ്ട്, ഫരീദാബാദിലുണ്ട്, അനന്തനാഗിലുണ്ട് എന്നുള്ളതാണ്.
അന്വേഷണം നടക്കുകയാണ്. NIA അന്വേഷണ ചുമതല ഏറ്റെടുക്കും. നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ഉടൻ മടങ്ങില്ല. ഞാൻ ആദ്യം തന്നെ ഈ റിപ്പോർട്ടർ ചാനലിന് ഈ ഒരു കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം ഇത് കുറേ കാര്യങ്ങൾ നമ്മൾ പറയാറുള്ള സാധനങ്ങൾ അത്ര തീവ്രമല്ലെങ്കിലും കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് അബ്ദുള്ള ബാസിൽ കൊടുത്തൊരു റെസ്പോൺസ് ഉണ്ട്. ഇത് കണ്ടിട്ട് പുള്ളിക്ക് തോന്നി ഇത് എന്നെ കുറിച്ചാണോ പറയണത് എന്ന് പുള്ളിക്ക് തോന്നി. അപ്പോൾ പുള്ളി ഒരു പോസ്റ്റ് ഇട്ട് അത് നമുക്കൊന്ന് വായിച്ചേക്കാം. ഡോക്ടർ അരുൺ കുമാർ, ഈ മനുഷ്യനെ ഓർത്തു വെക്കുക. പ്രത്യേക സന്ദർഭങ്ങളിലാണ് ഓരോരുത്തരെയും മുഖംമൂടി അഴിച്ച് നമ്മുടെ മനസ്സിൽ കിട്ടുക. അത്തരത്തിലൊരു സന്ദർഭമാണിത്. ഡൽഹിയിൽ നടന്ന സ്ഫോടനം എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. അതിൽ വേദനിക്കാത്ത ഇന്ത്യക്കാരില്ല. അതാരാണ് പറഞ്ഞത്? ഇത് ഇലക്ഷൻ പ്രമാണിച്ചിട്ടാണെന്നും അതുപോലെയൊക്കെ പറഞ്ഞ് ഇതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ, അതിൻ്റെ അടിയിൽ പോയിട്ട് കുമ്മോജി ഇടുന്ന ആളുകളെയാണല്ലോ നമ്മൾ കണ്ടത്. അതെ, അത് വിഷമം കൊണ്ടാണ് കുമ്മോജി ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പോട്ടെ. എന്നാൽ അതിൻ്റെ കാരണങ്ങളെപ്പറ്റി അന്വേഷണം നടന്നു തീരും മുൻപ് മാധ്യമങ്ങൾ കഥകൾ ഉണ്ടാക്കി വിപണനം തുടങ്ങിക്കഴിഞ്ഞു. ഉത്തരേന്ത്യൻ മാധ്യമങ്ങളും ജനം പോലുള്ള സംഘപരിവാർ മാധ്യമങ്ങളും എരിവും പുളിയും ചേർത്ത് കഥകൾ ഉണ്ടാക്കുന്നുണ്ട്. മുമ്പ് നാം ഇതുപോലെ കേട്ട ഇത്തരം നൂറുകണക്കിന് കഥകൾ പലതും മെയ്ഡപ്പ് സ്റ്റോറികളായിരുന്നു എന്ന് മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം പെട്ടിക്കോളം വാർത്തകളായി വരുന്നത് നാം ഒരുപാട് കണ്ടിട്ടുണ്ട്. എത്ര എണ്ണം കണ്ടിട്ടുണ്ടാവും? ഇതാണ് ഇവരുടെ ഈ ഫോൾസ് പ്രമിസ് സെറ്റ് ചെയ്യുന്നതിൻ്റെ പരിപാടി. അതായത് ഒരു NIA മാത്രം കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 90% അബവ് ആണ് അവരുടെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവർ 100 പേരെ അവർ സംശയിച്ച ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 90 പേരെ അവർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു 10% എറർ നമ്മൾ സമ്മതിച്ച് കൊടുത്താൽ തന്നെ 90% ഇത് പിടിക്കപ്പെടുന്നുണ്ട്. എൻ്റെ പൊന്നുണ്ടാക്കാം, അതെന്താ സമ്മതിക്കാത്ത? അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ തെറ്റായ ഒരു വളച്ചൊടിക്കൽ, നിങ്ങളുടെ ആ ഭാഗം അവിടെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത് അവിടെ നടത്തി വെക്കുന്നു. ഇനി അടുത്തത്, അവിടെയാണ് മുഖ്യധാര മാധ്യമമാണെന്ന് അവകാശപ്പെടുന്ന, അതിൽ തന്നെ മതനിരപേക്ഷത നാഴികയ്ക്ക് 40 വട്ടം വിളമ്പുന്ന അരുൺകുമാറിനെ പോലുള്ളവരുടെ പ്രകടനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മുൻ അനുഭവങ്ങൾ വെച്ച് ഈ കഥകൾ ശരി തന്നെ ആയിരിക്കുമോ എന്നൊരു സംശയവും അദ്ദേഹത്തിനില്ല. ഓക്കെ, മാധ്യമപ്രവർത്തകന് അടിസ്ഥാനപരമായി വേണ്ട ക്രിട്ടിക്കലായി വിഷയങ്ങളെ സമീപിക്കുക എന്ന സമീപനം ഈ വിഷയത്തിൽ ഒട്ടും വേണ്ട. അപ്പോൾ ആളൊക്കെ ഉള്ള ഒരു പരാതിയാണ് ഈ പറയുന്ന അരുൺകുമാറിനെതിരെ. ഇനി ആ കഥകൾ അപ്പടി പറയുന്നതും മനസ്സിലാക്കാം. പക്ഷേ അത് വെച്ച് അദ്ദേഹത്തിൻ്റെ പൊതുസമൂഹത്തോടുള്ള ഉപദേശ പ്രസംഗമാണ് ഹൈലൈറ്റ്. അപ്പോൾ ആ ഉപദേശമാണ് ലാസ്റ്റ് നമ്മൾ കേട്ടത്. അതിലെന്താ പറയുന്നത്? ഇതുപോലെ നമുക്ക് ചുറ്റും ഡോക്ടർമാരും പ്രൊഫഷണലുകളായും മാധ്യമപ്രവർത്തകരുമായുമെല്ലാം വൈറ്റ് കോളർ ഭീകരർ ഉണ്ടാവുമത്രേ. അവരൊക്കെ നാം സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞു. ആരായാലും സൂക്ഷിക്കേണ്ടി വരും എന്നത് തന്നെയാണ് ലോകം നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അതേ അരുൺകുമാറും പറഞ്ഞിട്ടുള്ളൂ. കാരണം ഈ പറയുന്ന തീവ്രവാദത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവണത ഇതിന്ന് വർദ്ധിച്ചു വരുന്നു. ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടു, ഓസ്ട്രേലിയയിൽ എന്താ നമ്മൾ കണ്ടത്? അഫ്ഗാൻ പൗരന്മാരായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ആണും പെണ്ണും, ഒരു 2 നേഴ്സുമാരാണ്. അവർ ഇരുന്നിട്ട് നമ്മളുടെ ഈ ഓൺലൈൻ ഈ പറയുന്ന ഒരു വീഡിയോ കോൾ, നമ്മൾ കോയ കോളിംഗ് നടത്തുന്ന പോലെ മറ്റൊരു കോളിംഗ് പരിപാടിയുണ്ട് വീഡിയോ വെച്ചിട്ട്. അത് ചെയ്യുന്ന സമയത്ത് അവർ അവകാശപ്പെടുകയാണ്, ഞങ്ങളുടെ കൈ കൊണ്ട് ഈ നേഴ്സായിരിക്കെ എത്ര ജൂതന്മാരെ കൊന്നിട്ടുണ്ടെന്ന് അറിയാമോ എന്ന് അവരവിടെ വെല്ലുവിളിക്കുകയാണ്. അവിടെ വീമ്പ് പറയാണ്. ആ വീമ്പ് പറഞ്ഞത് വൈറലാവുകയും അവസാനം അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു. എന്ന് വെച്ചാൽ നേഴ്സുമാരും ഇതിനകത്ത് പെടും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ജൂതവൈര്യം അത് അവർ ചെലവഴിച്ചത് അവരുടെ മുന്നിൽ രോഗികളായിട്ട് എത്തുന്ന ആ ജൂതന്മാരെ കൊല്ലാൻ വേണ്ടിയാണ് അവർ അവിടെ ഇറങ്ങി തിരിച്ചതെന്നാണ് അവർ പറഞ്ഞു വെച്ചത്. അത് പിന്നീട് അവർ വലിയ വിവാദമൊക്കെ ആയപ്പോൾ മാപ്പ് പറച്ചിലും പരിപാടിയും നിലവിളിയൊക്കെ ആയിരുന്നു. അത് പിന്നെ സ്ഥിരമാണല്ലോ. ആദ്യം വീരവാദം, പിന്നെ ഭീകരവാദം, പിന്നെ അത് കഴിഞ്ഞ് ഇരവാദം. ഇതാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഇത് നമ്മളിവിടെ കണ്ടു. അപ്പോൾ ഇനി ബാസിലിൻ്റെ പ്രശ്നം എന്താണ്? സൂക്ഷിക്കണമെന്ന് പറഞ്ഞു, അതൊക്കെ. അടുത്തത് എന്താണ്? സൂക്ഷിക്കുമ്പോൾ ഭീകരത പറയുന്നവരെ സൂക്ഷിച്ചാൽ മതിയല്ലോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഭീകരത പറയുന്നവരെ സൂക്ഷിക്കണം എന്ന് ബാസിൽ സമ്മതിക്കുകയാണ്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ബാസിൽ പറയുന്നത് അത് പോരാ. ഓക്കെ, അവർ പുരോഗമനം വരെ പറയുന്ന പ്രൊഫഷണൽ ശ്രദ്ധ പോയി. അതുപോരാ, അവർ പുരോഗമനം വരെ പറയുന്ന പ്രൊഫഷണൽ ശ്രദ്ധ കൊടുക്കുന്നവരൊക്കെ ആയിരിക്കും അത്രയും. അപ്പോൾ അതുകൊണ്ട് അവരെ അപ്പോഴും, അതായത് എത്ര ഒക്കെ പ്രൊഫഷണലി അവർ എക്സിസ്റ്റ് ചെയ്താലും അപ്പോഴും സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഭീകരത പറഞ്ഞാൽ മാത്രമല്ല, അവർ ഒളിച്ചും പാത്തും തക്കിയയിലൂടെ നടക്കുന്നത് ഇവിടെ പറയുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഭീകരവാദിയാകാൻ സാധ്യതയുള്ള എന്നാൽ ഒരടയാളവും കാണിക്കാത്ത ഓരോരുത്തരെയും സംശയത്തോടെ നിരീക്ഷിക്കണം. അതാരായിരിക്കും? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കലാപങ്ങൾ നടത്തിയ ഹിന്ദുത്വ ഭീകരർ ഉണ്ടോ എന്ന പേടി കാരണം അവരെ ശ്രദ്ധിക്കണമെന്നായിരിക്കുമോ?
കേരളത്തിൽ ഏറ്റവും വലിയ ഭീകരാക്രമണം നടത്തിയ മാർട്ടിനെ പോലുള്ള പേടിക്കണം എന്നായിരിക്കുമോ? അതുമല്ല. മാർട്ടിൻ്റെ വിഷയം അത് ഭീകരാക്രമണമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിട്ടില്ല. അത് UAPA അടക്കമുള്ള ചാർജുകൾ ഒഴിവാക്കി. കാരണം അയാളുടെ ക്രൈം അത് ഹെയ്റ്റ് ക്രൈം ആയിരുന്നു എന്നുള്ളതാണ് അവസാനം വന്നിരിക്കുന്ന അതിൻ്റെ നിരീക്ഷണം. ഇത് ടെററായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. അതുകൂടി ഒന്ന് ഓർത്തേക്കുക. അപ്പോൾ ഇത് കൂട്ടുപിടിക്കണം എന്തിനാണ്? ഇവർക്ക് ആകെക്കൂടി കിട്ടിയത് ആകെക്കൂടി ഒരു മാർട്ടിൻ്റെ കേസാണ്. അതില്ലാന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഒരെണ്ണം ഇല്ല. ഓക്കെ, അപ്പോൾ ഒരെണ്ണം ഇത് ഈ മാതൃക കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് എല്ലാവർക്കും ഓക്കെ ആകുമ്പോൾ അവരെല്ലാവരും എടുക്കും. ഇപ്പോൾ നിങ്ങൾ വണ്ടി ഓടിച്ചിടിച്ച് കയറ്റി കാണിച്ചു കൊടുത്തു, 1000 എണ്ണം കാണിച്ചു കൊടുത്തു, ഇപ്പോൾ 1001ാമത്തെ എണ്ണം ഇപ്പോൾ അവിടുത്തെ തീവ്ര വലദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ കാണുക. അപ്പോൾ നിങ്ങൾ തന്നെയാണ് അതിനകത്ത് മാതൃക കാണിച്ചു കൊടുത്തത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇനി ഓരോ മുസ്ലിമിനെ പേടിക്കണം എന്ന ശശികല വിഷം തള്ളിക്കളഞ്ഞ കേരളീയ പൊതുബോധത്തിന് മുന്നിൽ ഇസ്രിയിട്ട് മൊട്ടയടിച്ച AR/VR XR വെറുപ്പ്. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മളുടെ അരുൺകുമാർ പറഞ്ഞെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ മുസ്ലിം വെറുപ്പ് പറഞ്ഞു എന്നായി. ഓർത്തു വെക്കുക, ഈ കാലം കഴിഞ്ഞ് നാളെ രാവിലെ ഇയാൾ ചായം കുടിച്ച് സാഹോദര്യം പറയാൻ വരും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റിയ ഒരു സാധനം എന്ന് പറയുന്നത്, സംഗതി ഇപ്പോൾ മുസ്ലിം വെറുപ്പാണ് അരുൺകുമാർ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ, അതായത് ഞാനൊക്കെ പറയാനുള്ള മാതിരി എവരി മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്നതിൽക്കാളും ഇപ്പോൾ കുറച്ചും കൂടി ഡീപ്പറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എവരി മുസ്ലിം ഡോക്ടർ ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇതിൽ എനിക്ക് പങ്കില്ല. അത് അരുൺകുമാറും ബാസിലും കൂടി ആയിക്കോ. കാരണം ബാസിൽ ഒരു മുസ്ലിം ആണ്, അതുപോലെ തന്നെ ഒരു ജിഹാദിയാണ്, അതോടൊപ്പം തന്നെ ഒരു ഡോക്ടറുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാസിൽ തലയിൽ പൂടച്ചൊറി തെരയും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അതിൽ പുള്ളിക്ക് അതിനകത്ത് ആ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഉപയോഗിച്ച വാചകങ്ങളാണ് എൻ്റെ ശ്രദ്ധ ഹഠാത് ആകർഷിച്ചത്. അതായത് പുള്ളി അതിൽ പറഞ്ഞ കാര്യം, അതായത് അങ്ങനെ സൂക്ഷിക്കണം, അതൊരു ജിഹാദി ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ സൂക്ഷിക്കേണ്ടത് ആരെ? അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഭീകരത പറയുന്നവരെ സൂക്ഷിച്ചാൽ മതിയോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ സൂക്ഷിച്ചാൽ മതിയോ എന്നാണോ അരുൺ പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയല്ല അരുൺ പറഞ്ഞതെന്നാണ് ബാസിലിൻ്റെ പരാതി. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അതായത് ഭീകരതയുമായി സാമ്യമുള്ള സംഗതികൾ, ഭീകരരുമായി യോജിപ്പുള്ള കാര്യങ്ങൾ, താലിബാനിസത്തെ അനുകൂലിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇത് പറയുന്ന ആളുകളെ സൂക്ഷിക്കണം എന്ന് സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാസിൽ തന്നെ സമ്മതിക്കുകയാണ്, ഞാൻ ഇടയ്ക്ക് താലിബാനിസം ഇറക്കാറുണ്ട്, ഞാനിവിടെ ഇടയ്ക്ക് മറ കെട്ടി ക്ലാസ് എടുക്കാറുണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന പല കാര്യങ്ങളും ജെൻഡർ ഇക്വാലിറ്റി സംബന്ധിച്ചുള്ള വിഷയത്തിലൊക്കെ ഞാൻ വളരെ പിന്തിരിപ്പനായിട്ട് നിലപാടുകൾ എടുക്കും. അതുപോലെ തന്നെ കൂടുതൽ മുസ്ലിങ്ങളെ ഇതുപോലെയുള്ള ഇസ്ലാമിൻ്റെ തീവ്ര ആശയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി പ്രോഫ്കോൺ പോലുള്ള പരിപാടികളിലൊക്കെ നമ്മൾ വലിയ പരിപാടികളൊക്കെ നടത്തും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. സോ അതാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. ബാസിൽ ഒരു ഭീകരവാദ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്ന, നോർമലൈസ് ചെയ്യുന്ന ഒരു ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരൻ തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്ന അവിടെയാണ് ജിഹാദി ആയി മാറുന്നത്, ജിഹാദി കൂട്ടിക്കൊടുപ്പ് നടത്തുന്നതിനായിട്ടും നമ്മളുടെ ബാസിൽ മാറുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചുകൊണ്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങി തിരിച്ചപ്പോൾ എന്തായി? എപ്പോഴും നമ്മൾ പറയാനുള്ളത് പോലെ ബാസിൽ സ്വന്തം മുട്ടിൽ വെടിവെച്ചിരിക്കുകയാണ് എന്നതാണ് നമ്മളിവിടെയും കാണുന്നത്. ഇനി എന്താണ് ഇതിൽ പറയാനുള്ളത്? ഇതിൽ കുറെ പറയാണ്ട്. അപ്പം ആദ്യമായിട്ട് തന്നെ ഞാൻ പറയാം, ബാസിൽ ഒരു സ്ലീപ്പർ സെല്ലാണെന്ന് ഞാൻ വിശ്വസിക്കൂല. എന്തായാലും ഒന്നാമത് ബാസിൽ ഒരു വോക്ക്, ഈ കേസിലൊരു വോക്കാണ്. അതായത് ബാസിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്, പച്ചയ്ക്ക് വർഗീയത പറയുന്ന ആളാണ്, പിന്നെ പ്രോഗ്രസീവ് ആയിട്ട് ഒരു കാര്യവും പറയാത്ത ആളാണ്. സ്ലീപ്പർ സെല്ലിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ പറയേണ്ടത്. അപ്പൊ ബാസിൽ സ്ലീപ്പർ സെല്ലാവാനുള്ള യോഗ്യതയില്ല. അത് തെറ്റായിപ്പോ കേട്ടോ. അതിനൊരു മിനിമം ക്വാളിഫിക്കേഷൻ ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഓക്കെ, പിന്നെ വേറെ കാര്യം സീരിയസ് ആയിട്ട് പറയാനുള്ളത്, അതായത് ഭീകരത എന്ന് പറയുമ്പോൾ എല്ലാരും കൂടി ഇരിക്കും, നിങ്ങൾ ബോംബ് ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിച്ചുതരാം, അതല്ല ഭീകരത. അത് മാത്രമൊന്നല്ല ഭീകരത എന്ന് പറയുന്നത്. ഇതില് ബാസിലിന്റെ ഈ മാതിരി പ്രോഫ്കോൺ, വിസ്ഡം പരിപാടികൾ അവര് ചെയ്യുന്നത് അത്തരത്തിലുള്ള പച്ച ഭീകരവാദത്തെക്കാട്ടിലും ഞാൻ പറയാ കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള ഐഡിയോളജിയാണ് അവര് പ്രചരിപ്പിക്കുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അസ് വേഴ്സസ് ദം, ആ ഒരു ദ്വന്ദ്വം ക്രിയേറ്റ് ചെയ്യുന്നത്. മുസ്ലിങ്ങൾ വേറെ, അതിപ്പോ മുസ്ലിങ്ങൾ ജുംബ കളിക്കരുത്, മുസ്ലിങ്ങൾ എന്താണ് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, എക്സർസൈസ് ഇത് പെണ്ണുങ്ങൾ ആണുങ്ങളുടെ കൂടെ കലരരുത്, അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, ദാറുൽ ഇസ്ലാം ആൻഡ് ഹർബ്, അല്ലെ? അതല്ലേ അദ്ദേഹം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതെന്തിനാണ് വളം വെക്കുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി. നമ്മൾ വേറെയാണ്, നമ്മുടെ മതത്തിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണം, നമ്മൾ അവരെ പോലെ അല്ല. അതിൽപ്പെട്ട ഒരാളെ തെറ്റ് ചെയ്താൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. ബിക്കോസ് ആസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ഗ്രൂപ്പാണ്, അതാണ് നമ്മളുടെ ഐഡന്റിറ്റി. അത് നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഡേഞ്ചറസ് പ്രാക്ടീസ് ആണ്. അത് പച്ചയ്ക്ക് ചെയ്യുന്ന ഗ്രൂപ്പാണ് വിസ്ഡം.
പിന്നെ അത് മാത്രല്ല, അവർ ഈ അടുത്തായിട്ട് വളരെയധികം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ അടുത്ത പരിപാടിയിൽ നമ്മൾ നേരത്തെ റിയാക്ട് ചെയ്ത പരിപാടിയിൽ തന്നെ ഈ സ്വർഗം നരകം. നമ്മളത് കോമഡിയാക്കി പറഞ്ഞെങ്കിലും ഹൂറി അത് ഇതൊക്കെ, പക്ഷെ അത് അവര് പറയുന്നുണ്ട് എന്ത്, ഈ പല ക്വസ്റ്റ്യൻസിനും ഓൾമോസ്റ്റ് അതിൽ വന്ന 80-85% ചോദ്യങ്ങളുടെ ഉത്തരം അവരുടെ എന്താണ്, മേലെ പോയിട്ടാണ് എല്ലാ ജസ്റ്റിസും തീരുമാനിക്കുന്നത്. ഇവിടെ ഈ ഒരു ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെറും ഒരു ഉറുമ്പിന്റെ ജീവിതം. എന്നിട്ട് മേലെ പോയിട്ട് അടിപൊളി സാധനങ്ങൾ. അതന്നെയാണ് തീവ്രവാദികളുടെ ഐഡിയോളജിയും. ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവിടെ പോയിട്ട് നമുക്ക് ശരിക്കുള്ള ജീവിതം. അപ്പം അത് എന്ന് പറഞ്ഞാല് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് ഇവരുടെ പല പരിപാടികളും അവർ സ്കൂളുകളിലും ടീനേജേഴ്സിന്റെ ഇടയിലും ഒക്കെയാണ് നടത്തുന്നത്. അപ്പം ചെറിയ കുട്ടികളുടെ ഇടയിലേക്ക് ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത്, അത് ഞാൻ പറയാം, അതൊരു പച്ചയ്ക്ക് ഞാൻ പറയാം, അതൊരു ഭീകരവാദം തന്നെയാണ്. അത് അങ്ങനെയുള്ള ഒരു ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി ഉള്ള ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഹെൽ ഓർ ഹെവൻ അങ്ങനെയുള്ള ഐഡിയാസ് കൊടുക്കുന്നതിലൂടെയാണ് നിങ്ങൾ ഭാവിയിൽ ഇതേ കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഇല്ലാതാവുകയും റാഡിക്കൽ ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് നിങ്ങളെ ആ വഴിയിലേക്ക് തിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ചോദ്യവും ചോദിക്കാതെ ആ വഴിക്ക് പോവാനുള്ള ആ കണ്ടീഷനിങ് നിങ്ങൾ ചെയ്യുന്നത്, ഞാൻ പറയാം, പച്ചയ്ക്ക് ഭീകരവാദം പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും ഡേഞ്ചറസ് ആണ്. നിങ്ങൾ പോളറൈസേഷനും നിങ്ങളുടെ ഈ കളക്റ്റീവ് ഐഡന്റിറ്റി റീഇൻഫോഴ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ശരിക്കും ഭീകരർ തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പൊ നിങ്ങൾ വൈറ്റ് കോളർ ഭീകരരാണെന്ന് പറഞ്ഞൂടെ? തീർച്ചയായിട്ടും, യെസ്, അത് വളരെ നല്ലൊരു നിരീക്ഷണമാണ്. ഇവർക്ക് സംഗതി ഇപ്പോൾ ബാസിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പോസിറ്റീവായിട്ട് എടുക്കണം എന്നാണ് ഞാനും പറയുക. കാരണം നിങ്ങൾ ആ വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാരണം ഈ തീവ്രമായ ഇസ്ലാം അത് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാറുന്നുണ്ട്. ഇത് റാഡിക്കലൈസ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സസ് തന്നെ നിങ്ങൾ കേൾക്കാൻ കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം, എന്നാലും പറയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഇതിനെ എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഈ മുസ്ലിം പണ്ഡിതർ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ, അതിൽപ്പെട്ട ചില ആളുകൾ വലിയ തീവ്രവാദത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നവരായി മാറുന്നു. ഇപ്പോൾ MM അക്ബർ ആയാലും ജാക്കിർ നായിക്ക് ഒക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. ഞാനിതിൽ ലാസ്റ്റ് പറയണമെന്ന് വിചാരിച്ചാണ്, നമുക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. പുള്ളി വീഡിയോ നീക്കിയ സാധനമാണ്. അതായത് ഒരാൾ ചോദിക്കുകയാണ്, ഈ സൂയിസൈഡ് ബോംബിങ് എന്താണ്, ഇസ് ഹറാം ഓർ ഹലാൽ എന്ന് പറയുന്നത്, ഇസ് ഇറ്റ് അലൗഡ് ഇൻ ഇന്ത്യ ഇൻ ഇസ്ലാം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആൾ പറയുന്ന ഉത്തരമുണ്ട്. അതായത് നിങ്ങൾ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഹറാമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് സൂയിസൈഡ് ബോംബിങ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹലാൽ എന്നാണ് പുള്ളി പറയുന്നത്. അത് നിങ്ങൾക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടുമെന്നാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് ഈ ഇന്തിഫാദ എന്ന് പറഞ്ഞ് നടന്നപ്പോൾ അതിനകത്ത് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനം ഏതാണ്? ഈ പറയുന്ന സൂയിസൈഡ് ബോംബിംഗ് ആണ്. നിങ്ങളുടെ ഹമാസ് നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടം, അതിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്താണ്? സൂയിസൈഡ് ബോംബിംഗ് ആയിരുന്നു. ഇന്തിഫാദ എന്ന് പറഞ്ഞ് നടത്തിയ അതിൽ ഫിദായിൻ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് അവരതിന് വിളിച്ചിട്ടുള്ള സാധനമാണത്. അപ്പോൾ നിങ്ങൾ ഈ സൂയിസൈഡ് ബോംബിംഗ് ഇല്ല, അത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അത് ഹറാമാവും എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഈ സാധനം ചെയ്തിരുന്ന ഹമാസ് എങ്ങനെയാണ് നിങ്ങളുടെ വീരപുരുഷന്മാരായിട്ട് മാറുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കണത്. ഇത് തന്നെയാണ് അവരും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ തിരിച്ചറിയുക. ഇത് ഹലാലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കോട്ട് ചെയ്തത് ഇസ്ലാമിലെ തന്നെ അധ്യാപനങ്ങൾ, അതിൽ തന്നെയുള്ള ഫത്വകൾ, ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ജാക്കിർ നായിക്ക് പഠിപ്പിക്കുന്നത്. അവസാനം അത് വലിയ വിഷയമായപ്പോൾ ആ വീഡിയോ റിമൂവ് ചെയ്യേണ്ടി വന്നു യൂട്യൂബിൽ നിന്ന്. ഇതാണ് ഉണ്ടായത്. അത് നമ്മളത് ഞാൻ വീണ്ടും പ്ലേ ചെയ്യുന്നില്ല, വേണമെങ്കിൽ കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കത് പരിഗണിക്കാം. ഇപ്പോൾ ഏതായാലും പ്ലേ ചെയ്യുന്നില്ല. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബാസിൽ ഒക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് കൂടുതൽ മുസ്ലിങ്ങളെ റാഡിക്കലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കൂടുതൽ നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത തരം വിശ്വാസികളായിട്ട് മാറുകയും അവർ കൂടുതൽ ഇസ്ലാമിലേക്ക് അടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അവർ കൂടുതൽ ജിഹാദികളായിട്ട് മാറുകയാണ് ചെയ്യുക. ഇതാണ് നമ്മൾ പറയുന്നത്. എവരി മുസ്ലിം ഇസ് എ പൊട്ടൻഷ്യൽ ജിഹാദി ആൻഡ് ഓൾസോ പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിം എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് മതം പഠിച്ചാൽ ഒന്നുകിൽ പൊട്ടു അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആവും. പക്ഷേ ഇത് രണ്ടും അവിടെ ഉള്ളതുകൊണ്ട് ഇത് കൂടുതൽ ആളുകൾ പഠിച്ചത് ഇവരുടെ തലയിൽ ഈ പറയുന്ന കോഗ്നിറ്റീവ് ഡിസണൻസ് ഉണ്ടായി. അവർ കൂടുതൽ അള്ളാഹുവിനോട് അടുക്കാൻ തീരുമാനിച്ച് അത് സ്വർഗവും നരകമാണ്, ഇവിടെ ഒന്നും അല്ല എന്നൊക്കെ അങ്ങനെ ചിന്തിക്കാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ടായാൽ അത് കുഴപ്പം തന്നെയാണ്. അപ്പോൾ നമ്മളിത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സാധനമാണെന്ന് തന്നെയാണ് നമ്മൾ പറയുക. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഇത് പറയുമ്പോൾ ആളുകൾ പറയുന്നത്, ഞാൻ പറയുന്നത് കേട്ട് കൂടുതൽ വിശ്വാസികളായി മാറി എന്നൊക്കെ. അതാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് എന്താണ്, നമ്മൾ അവർക്കൊരു ബഹുമാനത്തിൻ്റെ സിഗ്നൽ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പച്ചയായിട്ട് ഇതിനെ എതിർത്ത് ഇതിനെ കളിയാക്കി നമ്മൾ പറയേണ്ടി വരുന്നത്. കാരണം ഞാൻ അതിനകത്തൊരു ചെറിയ ഒരു ബഹുമാനം കാണിച്ചാൽ ഇത് കേട്ടിട്ട് എങ്ങാനും ഇനി പഠിക്കാൻ തയ്യാറാവുന്നൊരു മുസ്ലിം ചിലപ്പോൾ ആ ബഹുമാനം കൊണ്ടായിരിക്കും
അത് നേരെ പോയിട്ട് ഇതിന് എന്തോ ഒരു വലിയ സാധനമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിലേക്ക് പോകാം. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഇതിനകത്ത് ബഹുമാനിക്കപ്പെടേണ്ടതായിട്ടുള്ള ആദരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാധനം പോലും ഇല്ല എന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇനി ഇവിടെ നമ്മൾ പറയുന്നു ഈ ചിഹ്നങ്ങൾ. അതിലൊരു ചെറിയൊരു കാര്യം കൂടി ബാസിന്റെ പോസ്റ്റിൽ ഉണ്ടായിരുന്ന ഇത് അവര് പറയുന്നത് എന്താണ്, ഇതിന്റെ അന്വേഷണം ഒക്കെ നടത്തി കഴിഞ്ഞിട്ടല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ എന്ന് അല്ലെ. ഈ വിഷയം ഉണ്ടായി കഴിഞ്ഞ് ഒരു തരത്തിലുള്ള സ്ഥിരീകരണങ്ങളോ NIA ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ വരുന്നതിന് മുന്നേ അൺമാസ്കിംഗുകാർ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അത് അവരുടെ ഒരു പഴയ വീഡിയോ ആണ്. എന്താണത്? അതിലവർ പറയുന്നത് എല്ലാ ഭീകര പ്രവർത്തനങ്ങളും കോൺസ്പിരസി തിയറി ആണെന്നുള്ള ഒരു വീഡിയോ. അതിന് ഏത് ഭീകരാക്രമണം വന്നാലും അത് അവരിങ്ങനെ പിന്നെ വെച്ചിരിക്കുകയാണ്. അത് അപ്പൊ അവരെ ഇറക്കും. 9/11 കോൺസ്പിരസി തിയറിയാണ്, എല്ലാം അതുപോലെ തന്നെ മീഡിയ വണ്ണിന്റെ ഞാൻ ടെലിഗ്രാമിൽ അയച്ചിരുന്നു. അത് കാണിക്കണ്ട. ബേസിക്കലി അതിൽ മീഡിയ വണ്ണുകാര് ഇതേ സാധനം പറയുന്നുണ്ട്. അതായത് 2000 മുതല് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഭീകരാക്രമണം ആരാണ് നടത്തിയെന്ന് ഇതുവരെ കണ്ടെത്തിയില്ല അത്രേ. എന്നിട്ട് എല്ലാവരും നിരപരാധികളായിട്ട് കണ്ടെത്തി വിട്ടയക്കാണ് ഉണ്ടായത്. സോ ബേസിക്കലി ആ ഒരു സ്റ്റേറ്റിന് മുകളിലുള്ള ഒരു ഡിസ്ട്രസ്റ്റ് ഉണ്ടാക്കുക, ഇതൊക്കെ വെറുതെ പിടിക്കുന്നതാണ്. ഇതൊക്കെ ഡിനൈ ചെയ്യുക. എന്നിട്ട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ അതും ഇല്ലാതാക്കാം. ഇതിൽ പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ പറയണ്ടേ? ഇത് ഇവര് മുസ്ലിങ്ങളിൽ പെട്ടവരാണെന്ന് നേരത്തെ ആ വീഡിയോ ചെയ്ത ചെറുപ്പക്കാരൻ പറഞ്ഞ ആ ഒരു ആർജവെങ്കിലും ഉണ്ടാവണ്ടേ? അതിന് പകരം കോൺസ്പിരസി തിയറി ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതന്നെയാണ് വിസ്ഡം ഗ്രൂപ്പുകാരും ചെയ്യുന്ന, മീഡിയ വണ്ണും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഇതിൻ്റെ തീരുമാനമായിട്ട് ആണ് ഇത് പറയേണ്ടത് എന്ന് വന്നാൽ അപ്പോൾ ഇവർ ഇതിനോട് ചേരാറുണ്ടോ? എന്നിട്ട് ഇവർ ചെയ്തത് എന്താണ്? അജ്മൽ കസമിന് പോയിട്ട് മയ്യത്ത് നിസ്കരിക്കുകയല്ലേ ഇവർ ചെയ്തത്. എന്നിട്ട് ഇവർ പോയിട്ട് യാക്കൂബ് മാമിന് പോയിട്ട് മയ്യത്ത് നിസ്കരിക്കുകയല്ലേ ചെയ്തത്. എന്നിട്ട് ഇവർ പോയിട്ട് പാഷയ്ക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കല്ലേ. അപ്പോൾ ഇത് തീവ്രവാദിയാക്രമണമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴെങ്കിലും ഇതിനെ തള്ളി പറയണ്ടേ? അതുണ്ടോ? ഒസാമ ബിൻ ലാദന്റെ വിഷയത്തിൽ അല്ല, ഒസാമ ബിൻ ലാദന്റെ വിഷയത്തിൽ തന്നെയല്ലേ നമ്മൾ കണ്ടത്. ആ പറയുന്നതിൽ ആ തെളിവുകൾ വെച്ച് ആളെ കൊല്ലുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ട് ആ മരിച്ചു കഴിഞ്ഞപ്പോൾ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടുത്തെ മുസ്ലിങ്ങൾ പോയത്. അത് നമ്മൾ ചോദിക്കുന്നത്. ഇനി ഏത് വിഷയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇനി പോട്ടെ, ഇവിടെ ഇനിയിപ്പോൾ തീവ്രവാദം ആണ് എന്ന് ഇവിടെ തെളിഞ്ഞാൽ നിങ്ങളിത് ബീഹാർ ഇലക്ഷന് വേണ്ടിയിട്ട് ആണ് പറഞ്ഞത് എന്ന വാചകങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങളിട്ട കമൻറ്റുകൾ അതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യൂ. അതിന് നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. അപ്പോഴും അതവിടെ കിടക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ തൊടു ന്യായങ്ങൾ, നിങ്ങളുടെ ആ ഒരു പൊസിഷൻ പരിങ്ങലാവുമ്പോൾ നിങ്ങൾ എടുത്തു വെക്കുന്ന ചില ന്യായങ്ങൾ. ഏതുപോലെ നമ്മൾ വല്ലാതെ ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇസ്രായേലിനെ എല്ലാവരും ന്യായീകരിക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ മാത്രം എടുത്ത് പറയുന്നത് എന്ന് പറഞ്ഞ ആ ന്യായം അത് തന്നെയാണ് നിങ്ങൾക്കെതിരെയും നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ സാധനത്തെ വല്ലാതെ ന്യായീകരിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങളുടെ മേലേക്ക് ചോദ്യങ്ങൾ ഉയരുന്നത്. അത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക. ഇത് നിങ്ങൾ തന്നെ വെച്ചെന്ന് ഉത്തരമാണ്, നിങ്ങൾ തന്നെ എടുക്കുക. വായ തോന്നാൻ അതിലേക്ക് ഒഴിച്ചു തരാം. ഞാൻ ഒരു ഫ്ലിപ്പ് ടെസ്റ്റ് നടത്ത. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് പ്രശ്നം ഉണ്ടായി, അപ്പൊ തന്നെ ഇത് ന്യായീകരിക്കാനും പാടില്ലല്ലോ. നിങ്ങൾ ന്യായീകരിക്കാൻ അപ്പൊ തന്നെ ഇറങ്ങി പുറപ്പെട്ട് വീഡിയോ ഒക്കെ ഇറക്കി ഇതൊക്കെ കോൺസ്പിരസി, അത് എന്നാ പിന്നെ അതിന് വെയിറ്റ് ചെയ്തൂടെ? അതിൽ ത്രില്ലില്ലല്ലോ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.